وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ ആലിമീങ്ങൾ, കർമ്മോത്സുകരായ സംഘാടകർ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഭക്ഷണം നൽകിയ വീട്ടുകാർ അല്ലാഹു സ്വർഗീയ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. മജ്ലിസുൻ നൂർ കഴിഞ്ഞ ഒരു ആത്മീയ ആനന്ദം ആസ്വദിച്ചിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. വളരെ നേരത്തെ വന്ന ആളുകളൊക്കെ ഈ ഒരു സദസ്സിലുണ്ട് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ഒരു വിശാലമായ ഒരു പ്രഭാഷണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട മജ്ലിസുൻ നൂർ എന്ന കേരളക്കരയിലും കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും സജീവമായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അൽ ഈമാനു യസീദു വയൻഖുസു, നമ്മുടെ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട് എന്ന്. ഒരു മുഅ്മിനിന്റെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടെന്നാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, വമാ സിയാദതുഹു വമാ നുഖ്സാനുഹു, നബിയെ, എപ്പോഴാണ് ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നത്, എപ്പോഴാണ് ഒരാളുടെ ഈമാൻ കുറഞ്ഞു പോകുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഈമാൻ വർദ്ധിക്കുന്നത് ഇദാ ദക്കർനല്ലാഹ്, അല്ലാഹുവിനെ നമ്മൾ ഓർക്കുമ്പോഴാണ്. അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വഹമിദനല്ലാഹ്, അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കുമ്പോഴും നമ്മുടെ ഈമാൻ വർദ്ധിക്കും. സബ്ബഹ്നാഹു, തസ്ബീഹ് ചൊല്ലുന്ന സമയത്തും നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദിക്ർ ചൊല്ലുമ്പോൾ, സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ, അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വമാ നുഖ്സാനുഹു, എപ്പോഴാണ് നബിയെ ഈമാൻ കുറയുന്നത് എന്നൊരു ചോദ്യം കൂടി സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വഇദാ ഗഫൽനാ വളയ്യഅനാ വനസീനാ ഫദാലിക നുഖ്സാനു, അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ ഇദാ ഗഫൽനാ, അതിനെ നമ്മൾ നെവർ മൈൻഡ് ചെയ്താൽ,
ബഅലാണെങ്കിലും മജ്ലിസുൻ നൂറാണെങ്കിലും സ്വലാത്ത് മജ്ലിസ് ആണെങ്കിലും നമ്മൾ ഈ ഒരു സദസ്സുകളെ നെവർ മൈൻഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ ഈ ദിക്റുകളിൽ നിന്നും സ്വലാത്തുകളൊക്കെ മറന്ന് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുമ്പോൾ അതൊരാളുടെ ഈമാൻ കുറയാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാസം തോറും നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന മജ്ലിസുൻ നൂർ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുക. ഒരാൾ അല്ലാഹുവിനെ കാരുണ്യവാനായി പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ഇങ്ങനെയാണ് ഒരാൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയതെങ്കിൽ അയാളോട് കാരുണ്യത്തോടെ മാത്രമേ അല്ലാഹു പെരുമാറുകയുള്ളൂ. വേറെ ഒരാൾക്ക് അല്ലാഹുവിനെ പേടിയാണ്, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ക്രിമിനലായിട്ട് അല്ലാഹുവിനെ കാണുകയാണ്. അയാളോട് ഒരു ക്രിമിനൽ സ്വഭാവത്തിലാണ് അല്ലാഹു പെരുമാറുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഇദാ ദക്കറനി വഇൻ ദക്കറനി, അവൻ എന്നെ ഒറ്റയ്ക്കിരുന്ന് ഓർക്കുകയാണെങ്കിൽ, വീട്ടിലിരുന്നിട്ടോ പള്ളിയിലിരുന്നിട്ടോ ഒരാൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയാണ്, ഒറ്റയ്ക്കിരുന്നിട്ട് മജ്ലിസുൻ നൂർ വീട്ടിലിരുന്നിട്ട് ഒരാൾ പാരായണം ചെയ്യാൻ, വീട്ടിലിരുന്നിട്ട് യൂട്യൂബിലൂടെ ഒരാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഏകാന്തനായിരുന്ന ഒരാൾ എന്നെ സ്മരിക്കുകയോ എന്നെ ഓർക്കുകയോ ചെയ്താൽ ഞാനും ഒറ്റയ്ക്കിരുന്ന് ഞാനും അവനെ സ്മരിക്കുമെന്ന് അല്ലാഹു പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സംഘമായി ഒരു കൂട്ടമായി ഇരുന്ന് നമ്മൾ അല്ലാഹുവിനെ സ്മരിച്ചാൽ, അതാണ് ഇന്നത്തെ മജ്ലിസുൻ നൂറൊക്കെ, കൂട്ടമായിട്ട് അല്ലാഹുവിനെ ഓർക്കുകയാണ്. സംഘടിതമായി സംഘശക്തിയായി കൂട്ടമായിരുന്ന ഒരാൾ എന്നെ സ്മരിച്ചാൽ, അപ്പൊ ആളുകൾ എല്ലാവരും ഒരുമിച്ചുകൂടി ഒന്നിച്ചിരുന്ന് അല്ലാഹുവിന്റെ ദിക്റും മഹാന്മാരായ സ്വഹാബാക്കളുടെ മദ്ഹുകളും പാടി പുകഴ്ത്തിയാൽ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ, ഈ ഒരു സദസ്സിനേക്കാളും ഏറ്റവും നല്ലൊരു സദസ്സ് ഇവിടെ കൂടിയിരിക്കുന്ന റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇവരെക്കാളും നല്ല ആളുകൾ അഥവാ അല്ലാഹുവിന്റെ മാലാഖമാരെയും സ്വാലിഹീങ്ങളുടെ ആത്മാക്കളെയും വിളിച്ചുകൂട്ടി അല്ലാഹു ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കുറിച്ചൊരു ചർച്ച നടത്തും. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അല്ലാഹു അവിടെ സ്മരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ മജ്ലിസുൻ നൂറിന്റെ ഒക്കെ തെളിവ്. ഇതാണ് നമ്മുടെ ഹദ്ദാദിന്റെ ഒക്കെ തെളിവ്. ഇതാണ് ഹദ്ദാദ് റാത്തീബ് നബി തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ, മജ്ലിസുൻ നൂർ നബി തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടമായിരുന്നിട്ട് ചൊല്ലാൻ. അവൻ ഏത് കൂട്ടത്തിലിരുന്നിട്ടാണോ എന്നെ സ്മരിച്ചത് അവനെക്കാളും നല്ലൊരു സദസ്സിലിരുന്ന് ഞാൻ അവനെ സ്മരിക്കും. കൂട്ടമായിരുന്ന് നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ഹദ്ദാദിലും അങ്ങനെ നിസ്കാരം കഴിഞ്ഞു കൂട്ടമായിരുന്നിട്ട് അല്ലാഹുവിനെ സ്മരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ അല്ലാഹു വലിയ ഒരു സദസ്സിൽ നമ്മെ കുറിച്ച് പറയുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനൊരു മജ്ലിസുൻ നൂർ ഇവിടെ തുടക്കം കുറിച്ചത് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. വ്യക്തമായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തോട് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു മജ്ലിസുൻ നൂറിന് നിങ്ങൾ തുടക്കം കുറിക്കാനുള്ള കാരണം എന്ത് എന്ന്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ച്
മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, എന്റെ പിതാവിന്റെ വന്യപിതാവ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടെ മഹാന്മാരായ ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ച് നമ്മളിൽ ഊതിത്തരുമായിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന മഹാവ്യാധി, ഓരോ വീടുകൾ തോറും ക്യാൻസറിന്റെ കഥകളാണ് കേൾക്കാനുള്ളത്. 4 മാസവും 4 ദിവസവും പ്രായമുള്ള കുഞ്ഞിന് വരെ ക്യാൻസറാണ്. പ്രസവിച്ചു വീഴുന്ന പിഞ്ചു പൈതങ്ങൾ മുതൽ 100 വയസ്സ് വരെ നീണ്ടു കിടക്കുന്ന ആളുകൾക്കിടയിൽ 10 പേരിൽ ഒരാളെന്ന രീതിയിൽ ക്യാൻസർ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ രോഗത്തിൽ നിന്ന് നമ്മൾക്ക് തടയിടാൻ പറ്റുക? രോഗം നൽകുന്നത് അല്ലാഹുവാണ്. രോഗം നൽകുന്നത് സർവശക്തനായ റബ്ബ് അല്ലാഹുവാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചതുപോലെ, അല്ലാഹുവേ, നീയല്ലേ രോഗം നൽകുന്നത്, നീയല്ലേ ശിഫ നൽകുന്നത്? ഫമാ ബാലുൽ അത്തിബ്ബാ, പിന്നെ എന്തിനാണ് ഈ ഡോക്ടർമാർ? രോഗം നൽകുന്നതും നീയാണ്, ചികിത്സിക്കുന്നതും ശിഫ നൽകുന്നതും നീയാണ്, പിന്നെ എന്തിനാണ് ഈ ഡോക്ടർമാർ? അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞത്, ഡോക്ടർമാർ ജീവിച്ചു പോകാൻ അവരുടെ വരുമാന മാർഗം കണ്ടെത്തുന്നു എന്ന് മാത്രമാണ്. രോഗത്തിന് ശമനം നൽകുന്നത് ഞാനാണ്. അതൊരു വസീലയാണ്, അതൊരു മാധ്യമമാണ്, അതൊരു കാരണമാണ് ഡോക്ടർമാർ. പക്ഷേ ഡോക്ടർമാർ നൽകുന്ന ഗുളികകൾ കഴിച്ചതുകൊണ്ട് ശിഫ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്ക് വേണ്ട. അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. ومن أعرض عن ذكري فإن له معيشة ضنكا. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, എന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അഥവാ ദീനിയായ ചൈതന്യങ്ങളോട് പുച്ഛം തോന്നുന്ന ആളുകൾ, ഒരു അവജ്ഞ, ഒരു അവഗണന തോന്നുന്ന ആളുകൾ. ومن أعرض عن ذكري, ഇത് ആളുകളും ഈ ദിക്റിന്റെ സദസ്സുകളും ഇതൊക്കെ ഓർത്തഡോക്സ്, ഇതൊക്കെ ഒരു പഴഞ്ചനാണെന്ന് തോന്നിപ്പോയ ആളുകൾ, നമ്മൾ വലിയ വികസനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ആളുകളാണെന്ന് സ്വയം മുദ്ര കുത്തുന്ന ആളുകൾ. പക്ഷേ അവർ സത്യത്തിൽ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ومن أعرض عن ذكري فإن له معيشة ضنكا. അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാറി നിന്നാൽ فإن له معيشة ضنكا, ഭാരമേറിയ പ്രയാസമേറിയ ജീവിതമാണ് അല്ലാഹു അയാൾക്ക് നൽകാൻ പോകുന്നത്. അല്ലാഹുവല്ലാതെ പ്രയാസങ്ങൾ നൽകിയ അയാളെ പ്രയാസപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമൻ അഅറള അൻ ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ ഞാൻ വെറുതെ വിടൂല, അവർക്ക് സമാധാനം ലഭിക്കൂല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത്, സംതൃപ്തിയുണ്ടാകുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാകുന്നത്, മക്കളുടെ ഇടയിൽ ഐക്യമുണ്ടാകുന്നത്, അല്ല നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നാണ്. ഖുർആൻ ഓതുന്ന വീടുകളിൽ പ്രയാസങ്ങൾ കുറവായിരിക്കും. ഖുർആൻ ഓതുന്ന ദിക്ർ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന വീടുകളിൽ പ്രയാസങ്ങൾ തന്നെ കുറവായിരിക്കും. ആ വീട്ടിലാണ് സന്തോഷങ്ങളെ കളിയാടുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സമാധാനമുണ്ടാകുന്നത്, ഒരു മനുഷ്യന് സംതൃപ്തി ഉണ്ടാകുന്നത്, സന്തോഷം കളിയാടുന്നത് ബിദിക്രില്ലാ, അല്ലാഹുവിനെ സ്മരിക്കുമ്പോഴാണ്. ഇടയ്ക്കിടെ ദിക്റുകളിൽ മുഴുകി ജീവിക്കുമ്പോഴാണ്, മജ്ലിസുൻ നൂറിൽ പങ്കെടുക്കുമ്പോഴാണ്, വഅദിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോഴാണ്. അതാണ് അല്ലാഹു പറയുന്നത്, എന്റെ കൂടെ നിന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്നിൽ നിന്ന് മാറി നിന്നാലോ, വമൻ അഅറള അൻ ദിക്രി, എന്നിൽ നിന്ന് നിങ്ങൾ അകന്നു നിന്നാലോ, ഫഇന്ന ലഹു മഈശതൻ ളൻകാ, ഭാരമേറിയ കുടുസായ ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, ഓരോ മജ്ലിസുൻ നൂറും, ഓരോ ദിക്റിന്റെ സദസ്സും, ഓരോ സ്വലാത്തിന്റെ സദസ്സും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള ഉപകരണങ്ങളാണ്. ഇത് കഴിഞ്ഞു പോകുമ്പോഴാണ് മഹാന്മാരായ മാലാഖമാര് പറയുന്നത്,
ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോയിക്കോളൂ. ഈ ദുആ കഴിഞ്ഞിട്ട്, ഈ വഅദ് കഴിഞ്ഞിട്ട് സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോഴേക്കും നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങളുടെ സകലമാന തെറ്റുകുറ്റങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുകയാണെന്ന് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതുപോലെ ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതുപോലെ ഇൽമിന്റെ സദസ്സുകളും ദിക്റിന്റെ സദസ്സുകളും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന സദസ്സുകളാണ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന സദസ്സുകളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ലഹറത്തിൽ ഫവാഹിഷ്, തിന്മകൾ വ്യാപകമായാൽ യാതൊരു പേടിയില്ലാതെ ലവലേശം ഭയമില്ലാതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തിന്മകൾ നമ്മുടെ നാടുകളിൽ വളർന്നു വന്നാൽ, പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, കള്ളു കുടിക്കുന്നതിൽ ആർക്കും യാതൊരു വിരോധമില്ല, പെണ്ണ് പിടിക്കുന്നതിലും വിരോധമില്ല, കാമുകന്മാരുടെ സല്ലാപങ്ങൾക്ക്, സംസർഗങ്ങൾക്ക്, അവരുടെ സംസാരങ്ങൾക്ക്, അവരുടെ ചാറ്റിങ്ങുകൾക്ക് യാതൊരുവിധ നിബന്ധനകളില്ല, യാതൊരുവിധ പേടിയോ അതിരുകളോ ബൗണ്ടറികളോ ഇല്ല. നിസ്സാരവൽക്കരിക്കുകയാണ്. ഇതൊക്കെ ഒരു തെറ്റാണോ, ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ആലോചിക്കാൻ തുടങ്ങിയാൽ ഇല്ല, അല്ലാഹു അവരെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തിന്മകൾ പരസ്യമായി ചെയ്യാൻ തുടങ്ങിയാൽ, കള്ളുകുടി പരസ്യമായാൽ, വ്യഭിചാരം പരസ്യമായാൽ, അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാവട്ടെ, ചെവി കൊണ്ടുള്ള വ്യഭിചാരമാവട്ടെ, കാലുകൊണ്ടുള്ള വ്യഭിചാരമാവട്ടെ, കൈകൾ കൊണ്ടുള്ള വ്യഭിചാരമാവട്ടെ, ഏത് വ്യഭിചാരമായാലും പരസ്യമായി വ്യഭിചരിക്കാൻ തുടങ്ങിയാൽ, പരസ്യമായി നുണ പറയാൻ തുടങ്ങിയാൽ, പരസ്യമായി മോഷണം നടത്താൻ തുടങ്ങിയാൽ, ഇങ്ങനെ തിന്മകളെ യാതൊരു പേടിയുമില്ലാതെ നിങ്ങൾ വ്യാപിപ്പിക്കാനും പരസ്യമാക്കാനും തുടങ്ങിയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ആ രോഗങ്ങൾക്ക് പേരെന്തെന്നറിയൂല. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമുദായത്തിനും അങ്ങനെ ഒരു രോഗം ഞാൻ നൽകിയിട്ടില്ല, അങ്ങനെ ഒരു പ്രയാസം ഞാൻ നൽകിയിട്ടില്ല. ഡോക്ടർമാർക്ക് പേര് പോലും അറിയാതെ, പേരെന്തെന്നറിയാതെ, മരുന്നെന്തെന്നറിയാത്ത പല രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചപ്പോ, മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ കൂട്ടമായിരുന്നിട്ട്, അല്ലാഹുവിനെ സ്മരിച്ചിട്ട്, മഹാന്മാരായ സ്വഹാബാക്കളെ സ്മരിച്ചിട്ട്, മഹാന്മാരായ പ്രവാചകന്മാരെ സ്മരിച്ചിട്ട്, സർവശക്തനായ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ, മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആയിനെ തള്ളിക്കളയൂല. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. അല്ലാഹു നമ്മുടെ സകലമാന രോഗങ്ങളും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പല രീതിയിലുള്ള രോഗികൾ ഇവിടെയുണ്ട്. കീമിയോ ചെയ്യുന്നവർ, ഹാർട്ട് പേഷ്യന്റ് ഉണ്ട്, കിഡ്നിയുടെ പേഷ്യന്റ് ഉണ്ട്, ഷുഗർ ബാധിച്ചവരുണ്ട്, കൊളസ്ട്രോൾ ബാധിച്ചവരുണ്ട്, സംസാരശേഷിയില്ലാത്തവർ, പല രീതിയിലുള്ള പല ആളുകൾ, അപസ്മാരത്തിന്റെ അസുഖമുള്ള ആളുകൾ, പല രീതിയിലുള്ള പല രോഗികൾ നമ്മുടെ സദസ്സിലുണ്ട്. പക്ഷേ ഈ സദസ്സിൽ നിന്നാണ് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, രോഗം നൽകുന്നത് നീയാണല്ലോ റബ്ബേ, നീയാണ് രോഗങ്ങൾ നൽകുന്നത്, നീയാണ് അസുഖങ്ങൾ നൽകുന്നത്, നീയാണ് പ്രയാസങ്ങൾ നൽകുന്നത്. ആ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. മഹാനായ ബുസൂരി ഇമാം, മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു എപ്പോഴാണ് നമ്മുടെ മൻഖൂസ് മൗലീദിന്റെ തുടക്കം കുറിച്ചതെന്നറിയോ? ഒരു നാട്ടിൽ വല്ലാതെ അങ്ങോട്ട് ത്വഊൻ എന്ന് പറയുന്ന പ്ലാഗ് രോഗം വർദ്ധിച്ചു വന്നപ്പോ, പ്ലാഗ് രോഗം ചികിത്സയില്ല, ആ രോഗം പിടിപ്പെട്ടാൽ ആളുകൾ മരിച്ചു പോവുകയാണ്. ക്യാൻസറിന്റെയും അവസ്ഥ തന്നെയാണ്. 100% ആളുകളും മരിച്ചു പോവുകയാണ്. തന്റെ സമ്പാദ്യങ്ങളെല്ലാം RCCയിൽ കൊണ്ടുപോയി
മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി ഡോക്ടർമാരെ ഏൽപ്പിച്ച് അവസാനം തന്റെ വീടും തന്റെ പറമ്പും തന്റെ എല്ലാം വിറ്റ് ഒരു തുണ്ട് ഭൂമി പോലും ബാക്കിയില്ലാതെ സകലമാന സമ്പത്തും ഹോസ്പിറ്റലിൽ ചെലവഴിച്ചിട്ട് രക്ഷപ്പെടാതെ മരിച്ചു പോകുന്ന കഥകളാണ് ക്യാൻസർ രോഗത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഇതുവരെ ചികിത്സയിൽ അതിന്റെ ഫസ്റ്റ് ടൈം, അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആരാണോ രോഗം തിരിച്ചറിഞ്ഞത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൂ. അല്ലാത്തവർക്ക് വളരെ റയറായി, വളരെ വിരളമായിട്ടാണ് രക്ഷപ്പെടുന്നുള്ളത്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ചികിത്സയില്ലാത്ത രോഗങ്ങൾ നൽകി അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞത്. അതേപോലെ വെള്ളം കുടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ. വെള്ളം കുടിക്കുന്ന ആളുകൾ നിന്ന് വെള്ളം കുടിച്ചാൽ അള്ളാഹു മാരകമായ രോഗങ്ങൾ നൽകും. ചികിത്സയില്ലാത്ത, മരുന്നില്ലാത്ത രോഗം നൽകി അള്ളാഹു പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇന്ന് വെള്ളം കുടിക്കുന്ന ആളുകൾ, ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങളാണ്. ഇത് പറയുന്നത് മുത്തു റസൂലാണ്. പറഞ്ഞതെല്ലാം അള്ളാഹു പറയാൻ പറഞ്ഞതാണ്. സ്വന്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞതല്ല, സ്വന്തമായിട്ടൊരു തീരുമാനം പറഞ്ഞതല്ല. വഹീന്റെ നാവാണത്, വഹീന്റെ വാക്കുകളാണത്. ആ ഹബീബാണ് പറയുന്നത്, നിന്ന് വെള്ളം കുടിക്കരുത്, ഇടത് കൈയിൽ വെള്ളം കുടിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതും തദൈവ, വെള്ളം കുടിക്കുന്നത് പോലെ ഭക്ഷണവും നിന്ന് കഴിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹു മാരകമായ ചികിത്സയില്ലാത്ത, മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാറാരോഗം നമ്മളെ പിടിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മുടെ മൻഖൂസ് മൗലീദ് രചിച്ചതുപോലെ നാട്ടുകാര് വന്നിട്ട് ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. വല്ലാതെ രോഗം വർദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. മൻഖൂസ് മൗലൂദ് ഉണ്ടാക്കി കൊടുത്തു. മൻഖൂസ് മൗലൂദിൽ എന്താ ഉള്ളത്? നബി തങ്ങളെ കുറിച്ചുള്ള മദ്ഹുകൾ, മദ്ഹ് ഗാനങ്ങൾ, ഖുർആനിന്റെ ആയത്തുകൾ. ഇത് കൂട്ടമായി നിങ്ങൾ ചൊല്ലിക്കോളൂ, നിങ്ങളുടെ അസുഖം ശിഫയായി. ചരിത്രമാണ്, സംശയമുള്ള ആളുകൾക്ക് പഠിച്ചു നോക്കാം. ഹദ്ദാദ് റാജീബ് ഉണ്ടാക്കിയതെപ്പോഴാണ്? നാടിലെ ആളുകൾക്കിടയിൽ ആഭ്യന്തര യുദ്ധങ്ങൾ, ഇന്റേണൽ വാർസ്, ആഭ്യന്തര യുദ്ധങ്ങൾ വർദ്ധിച്ചപ്പോ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും വർദ്ധിച്ച് ആകെ ഭിന്നിപ്പിന്റെ വക്കിലെത്തിയപ്പോ ആളുകൾ ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. ഹദ്ദാദ് റാത്തീബ് തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളൊക്കെ ഒരുമിച്ച് കൂട്ടി കൂട്ടമായിരുന്നിട്ട് ചൊല്ലിക്കോ. പരിഹാരം ദിക്റിലാണ്, പരിഹാരം അള്ളാഹുവിലാണ്. എല്ലാ വിഷയത്തിലും പരിഹാരം അള്ളാഹുവിന്റെ അടുത്താണ്. അതുകൊണ്ടാണ് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ മാരകമായ ക്യാൻസറിനുള്ള പരിഹാരം മജ്ലിസുന്നൂർ മഹാന്മാരായ ബദരീങ്ങളെ പേരെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും ശിഫ തരട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. പരിശുദ്ധ റമളാനാണ് വരാനിരിക്കുന്നത്. റമളാൻ കടന്നു വരുമ്പോ റമളാനിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ, റമളാനിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ്, റമളാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം നമ്മളിൽ ഉണ്ടാവേണ്ടത് ബാധ്യതയാണ്. ശഅബാനിന്റെ അവസാന രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഖദ് ജാഅകും ശഹ്റുൻ അളീം, ദാ നിങ്ങളിലേക്ക് വളരെ മഹത്വമുള്ള ഒരു മാസം കടന്നു വരാൻ പോവുകയാണ്. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്, അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് എന്ന ഒരു വിശാലമായ ഒരു പ്രഭാഷണം ശഅബാൻ മാസത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് തന്റെ സ്വഹാബാക്കൾക്ക് പ്രഭാഷണം നടത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ ശഅബാനിന്റെ അവസാന ദിവസങ്ങളാണ്. ഏതാനും ദിവസങ്ങൾക്കകം റമളാൻ നമ്മളിലേക്ക് കടന്നു വരാൻ പോവാണ്. പക്ഷേ റമളാൻ വരുമ്പോഴേക്കും അതിനൊരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടാവണം. അത് പൂർണ്ണമായി തൗബ ചെയ്ത്, പൂർണ്ണമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച്, എല്ലാ തെറ്റുകളും സർവശക്തനായ അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് ഇനി ഒരു തവണ ഞാൻ തെറ്റ് ആവർത്തിക്കൂല എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ തൗബ ചെയ്ത് ഹൃദയം ശുദ്ധിയാക്കി, ഹൃദയം സംസ്കരിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾക്ക് മടങ്ങി പരിശുദ്ധ റമളാനിനെ നമ്മൾക്ക് വരവേൽക്കണം. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു
നാളെ തൂവക്കുന്നിൽ ഒരു പള്ളി ഉദ്ഘാടനം നടക്കാൻ പോകുന്നുണ്ട്. അതിനിടയരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇശാ നിസ്കാരത്തിന് നേതൃത്വം നൽകും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു പരിപാടിയിൽ സംഗമിക്കണമെന്ന് വളരെ സ്നേഹത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട യമാനി ഉസ്താദിന് വേണ്ടി അറിയിക്കുകയാണ്. അള്ളാഹു വിജയത്തിലാക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചിട്ട് നമ്മൾക്ക് റമളാനിനെ സ്വീകരിക്കണം. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാഹ്. ഇതൊരു ദുആയാണ്. നീ ഞങ്ങളെ മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ, നീ ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാഹ്. ദുആ ചെയ്യാറുണ്ടോ? പൈസ തരണേ റബ്ബേ, പെണ്ണ് വേണം, ആണ് വേണം, ബിസിനസ് വേണം, വീട് വേണം, രോഗം ശിഫയാവണം എന്നല്ലാതെ എന്നെ നീ മുത്തഖീങ്ങളിൽ പെടുത്തണമെന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. വസക്കിഹാ, ഹൃദയത്തെ നീ സംസ്കരിക്കണേ അല്ലാഹ്. സംശുദ്ധിയുള്ള ഹൃദയമാക്കി നീ സ്വീകരിക്കണേ അല്ലാഹ്. നീയാണ് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അർഹനായവൻ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം. എന്നാലേ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുകയുള്ളൂ. ശുദ്ധിയാവാൻ ചില വഴികളുണ്ട്. ഒരുപാട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. തെറ്റ് ചെയ്യാത്ത ആളുകൾ നമ്മളിലില്ല. എല്ലാവരും തെറ്റുകാരാണ്, അല്ലേ? എല്ലാവരും തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റുകാരിൽ ഏറ്റവും അല്ലാഹു സ്നേഹിക്കുന്നത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് തൗബ ചെയ്യുന്ന ആളുകളെയാണ്. തെറ്റുകാർ അല്ലാഹുവിന് ഇഷ്ടമാണ്. എല്ലാവരും തെറ്റുകാരാണ്. ആരാണ് ഇവിടെ തെറ്റ് ചെയ്യാത്ത ആളുകൾ? അത് പറയുന്ന ഉസ്താദുമാർ മാലാഖമാരാണെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷേ നിങ്ങളെക്കാളും മോശക്കാരായിരിക്കും, നിങ്ങളെക്കാളും മോശക്കാരായിരിക്കും. പക്ഷേ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റുകാരിൽ ഏറ്റവും നല്ലവരാരാ? അത്തവ്വാബൂൻ, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമാരെ ഏറ്റവും നന്നായി തൗബ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് നന്നായി തൗബ ചെയ്യണം. റമളാനിന് മുമ്പ് നിറ കണ്ണുകളിലൂടെ അല്ലാഹുവിലേക്ക് മടങ്ങി ഹൃദയത്തെ സംസ്കരിച്ച് പരിശുദ്ധമായ റമളാനിനെ നമ്മൾക്ക് വരവേൽക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ പ്രതീക്ഷ നൽകുന്ന വിഷയമാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങളെ പേടിപ്പെടുത്താനോ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ല. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകണം. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാളും കുറ്റക്കാരാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ഞാൻ തയ്യാറല്ല. ഒരാളും മോശക്കാരാണെന്ന് പറഞ്ഞ് ഒരാളെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറല്ല. എല്ലാവരും സ്വർഗ്ഗക്കാരാണ്. എല്ലാവർക്കും സ്വർഗ്ഗം ലഭിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള വഴി എന്താണ്? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കരുത്. സർവശക്തനായ ജഗന്നിയന്താവായ സർവലോക പരിപാലകനായ അല്ലാഹുവാണ് ഏകനായ ദൈവം. അത് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത് വിശ്വസിക്കുന്ന ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ ദൈവമായിട്ട് മറ്റൊരാൾ നിങ്ങൾ പങ്കു ചേർക്കരുത്. ദൈവം ഒന്നാണ്, അത് അല്ലാഹുവാണ്. ولا يقتلون النفس التي حرم الله إلا بالحق, അല്ലാഹു ബഹുമാനിച്ച ശരീരങ്ങളെ ഒരു കാരണവശാലും കൊലപാതകം നടത്തരുത്. അതൊരു മുസ്ലിം ഹൈന്ദവനെയാണെങ്കിലും ഹൈന്ദവൻ മുസ്ലിമിനെയാണെങ്കിലും ഒരു UDF-കാരൻ LDF-കാരനെയാണെങ്കിലും LDF-കാരൻ UDF-നെയാണെങ്കിലും ഒരു BJP-കാരൻ LDF-നെയാണെങ്കിലും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വൈസ ആരും ആരെയും കൊലപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് അല്ലാഹു ഔദാര്യം തന്നതല്ല.
എന്തിനെ? നിങ്ങളുടെ ശരീരത്തിന് വരെ മുറിവേൽപ്പിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹു തന്ന ശരീരമാണ്, ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് എന്തേ പറഞ്ഞത്? ഒരു പാവപ്പെട്ട പെണ്ണ്, ചാനലുകാരുടെ മഞ്ഞപ്പത്രക്കാരുടെ അമിതാവേശം കൊണ്ടൊരു പെണ്ണ് ആത്മഹത്യ ചെയ്ത ആഴ്ചയിലാണ് നമ്മൾ ഇങ്ങനെ അഭിസംബോധനം ചെയ്യുന്നത്. എന്റെ കുടുംബത്തെ, തന്റെ വീടിനെ, തന്റെ അഭിമാനത്തെ പിച്ചു ചീന്തി സെൻസേഷണൽ വാർത്ത കൊടുത്ത് ചുടപ്പം പോലെ പത്രങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി മഞ്ഞപ്പത്രങ്ങൾ കാണിക്കുന്ന അമിതമായ വ്യഗ്രത ഒരു പെണ്ണിന്റെ ജീവനാണ് കൊണ്ടുപോയത്. പക്ഷേ ആ പെണ്ണിന് ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. എന്ന് ചെയ്തത് ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ആത്മഹത്യ ചെയ്യുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന വിഷയമല്ല. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ശരീരത്തെ വരെ നോവിക്കരുത്, വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. സിസർ വലിക്കല്ല എന്ന് പറഞ്ഞത് അത് ക്യാൻസറിന് കാരണമാകും, നിന്റെ ശരീരത്തിന് വേദനയുണ്ടാക്കും, അതുകൊണ്ടാണ്. കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത് നിന്റെ കിഡ്നിയും നിന്റെ ശരീരവും വീക്കായി പോകുമെന്ന് ഭയന്നിട്ടാണ്. നിന്റെ ശരീരത്തിന് വേദനയുണ്ടാക്കുന്ന, നിന്റെ ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന ഒരു വസ്തുവും നീ ചെയ്യാൻ പാടില്ല. വലാ തുൽഖൂ ഐദീകും ഇലത്തഹ്ലുക വലാ തുൽഖൂ ഐദീകും ഇലത്തഹ്ലുക. സൂയിസൈഡ് ചെയ്യരുത്. എന്തേ പച്ചകുത്തരുത് എന്ന് പറഞ്ഞത്? ചില ആളുകൾ കാണാം ശരീരം മുഴുവനും പച്ചകുത്തിയിട്ട് കാണാം. എന്തേ പച്ചകുത്താൻ പാടില്ല എന്ന് പറഞ്ഞത്? നിന്റെ ശരീരത്തെ നീ വേദനിപ്പിക്കലാണ്, ചെയ്യാൻ പാടില്ല. അള്ളാഹു തന്ന ശരീരത്തെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഇത് റബ്ബിന്റെ തീരുമാനമാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. നമ്മൾക്ക് ഇതുപോലെ ഒരു ഉറുമ്പിനെ പോലും, ഒരു ഈച്ചയെ പോലും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ സഹോദര? ഇത് അള്ളാഹു സൃഷ്ടിച്ച ശരീരത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ശരീരത്തെ നീ വേദനിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ മറ്റൊരാളെയും നീ വേദനിപ്പിക്കാൻ പാടില്ല. അത് മതത്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് സംഘടനയുടെ പേരിലാണെങ്കിലും ശരി, ഒന്നുപോവല്ല. വലാ യസ്നൂൻ, വ്യഭിചാരം നടത്തരുത്. വ്യഭിചാരം എന്ന് പറയുമ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കൈകൾ കൊണ്ട് വ്യഭിചാരമുണ്ട്, കാലുകൾ കൊണ്ട് വ്യഭിചാരമുണ്ട്. വലാ തഖറബൂ ഇലസ്സിന വലാ തഖറബൂ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞത്. വ്യഭിചരിക്കല്ല എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കലാണ് കണ്ണുകൊണ്ട് ഒരു പെണ്ണിനെ കാണുന്നത്. ലൈംഗിക താല്പര്യത്തോടെ അല്ലെങ്കിൽ വൈകാരികമായ താല്പര്യത്തോടെ ഒരു പെണ്ണിനെ കാണുന്നത് വ്യഭിചരിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ടാണ് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത്. നോട്ടമാണ് ഒരാൾ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നോട്ടം നിയന്ത്രിച്ചാൽ വ്യഭിചാരം അവിടെ ഉണ്ടാവൂല. നോട്ടം നിയന്ത്രിച്ചില്ലെങ്കിൽ താമസിയാതെ നോക്കി സ്നേഹം തോന്നി, പിന്നെ അടുപ്പം തോന്നി, പിന്നെ സംസാരിച്ചു, പിന്നെ ബന്ധപ്പെട്ടു, പിന്നെ വ്യഭിചാരത്തിലേക്ക് എത്തി. അതുകൊണ്ട് നോട്ടമാണ് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരിക്കലും നോക്കാൻ പോലും പാടില്ല എന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞത്. വ്യഭിചരിക്കാൻ പാടില്ല. എന്തേ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? നീ വ്യഭിചരിക്കുന്ന പെണ്ണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പെങ്ങളായിക്കൂടെ? ആ ചെറുപ്പക്കാരൻ എത്ര വിഷമം വരും. എന്റെ പെങ്ങൾ വ്യഭിചരിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ആ ചെറുപ്പക്കാരന് അത് സഹിക്കാൻ പറ്റുമോ? എന്തേ വ്യഭിചരിക്കല്ല എന്ന് പറഞ്ഞത്? നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ഏതെങ്കിലും ഒരു ഉപ്പാന്റെ മകളായിരിക്കൂലേ? സ്വന്തം മകൾ വ്യഭിചരിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ആ ഉപ്പാക്ക് ഉണ്ടാകുന്ന മനോവേദന എത്രയായിരിക്കും? ഒരു ഉമ്മാന്റെ മകളായിരിക്കൂലേ? ആ ഉമ്മാക്ക് എത്ര വിഷമമായിരിക്കും ഉണ്ടാകുന്നത്? ഒരു ഭർത്താവിന്റെ ഭാര്യയായിരിക്കൂലേ? ആ ഭർത്താവിന് സ്വന്തം ഭാര്യ മറ്റൊരാളാൽ വ്യഭിചരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്രത്തോളം വേദനയായിരിക്കും ആ ഭർത്താവിനുണ്ടാവുക? അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളുടെ ഉമ്മയായിരിക്കൂലേ? അതുകൊണ്ട് ആ മക്കൾക്ക് സ്വന്തം ഉമ്മ മറ്റൊരാളാൽ വ്യഭിചരിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ആ മക്കൾക്കുണ്ടാകുന്ന മനോപ്രയാസം എത്രയാണ്? അതുകൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ നീ വ്യഭിചരിക്കരുത്. അത് ആ പെണ്ണിന്റെ സമ്മതം ഉണ്ടെങ്കിലും ശരി, സമ്മതമില്ലെങ്കിലും ശരി, അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. ഇനി ഒരാൾ കൊലപാതകം നടത്തിയാൽ, ഇനി ഒരാൾ വ്യഭിചാരം നടത്തിയാൽ, ഇനി ഒരാൾ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർത്താൽ നിങ്ങൾ വല്ലാത്ത ശിക്ഷ, ശക്തമായ ശിക്ഷ അള്ളാഹുവിന്റെ കോടതിയിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ കോടതിയിൽ അനുഭവിക്കേണ്ടി വരും. അത് മാത്രമാണോ? യുളാഫു ലഹുൽ അദാബ് യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ ഇന്നത്തേതിനേക്കാളും വേദനാജനകമായ ശിക്ഷയാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. യുളാഅഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കപ്പെടും എന്നാണ്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. ദുനിയാവിൽ ശിക്ഷയുണ്ട് എന്ന് മാത്രമല്ല, ആഖിറത്തിലെത്തുമ്പോൾ വേദനാജനകമായ ഇരട്ടിയായി അല്ലാഹു ശിക്ഷിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വയഖ്ലുദു ഫീഹി മുഹാനാ വയഖ്ലുദു ഫീഹി മുഹാനാ. വളരെ നിന്ദ്യനായി, നീചനായി, നിസ്സാരനായി, ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും. ശാശ്വതമായി. ശിർക്ക് ചെയ്ത ഒരാൾ മരിച്ചാൽ ശാശ്വതമായി, ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്താ? എറ്റേണൽ, അനന്തം, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല, നരകത്തിൽ കിടക്കേണ്ടി വരും. എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അള്ളാഹു പുറത്തു കൊടുക്കാത്ത ചില പാപങ്ങളുണ്ട്, അതിൽ ശിർക്ക് എണ്ണാൻ പാടില്ല. ശിർക്ക് എണ്ണാൻ പാടില്ല. കാരണം ശിർക്ക് അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനോട് ഒരാൾ ശിർക്ക് ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും, അയാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ. ഒരാൾ മുസ്ലിമായി, പിന്നെ വീണ്ടും അമുസ്ലിമായി, പിന്നെ അയാൾ വീണ്ടും മുസ്ലിമായി, അള്ളാഹു പുറത്തു കൊടുക്കൂലേ? എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർക്കുക. അങ്ങനെ പങ്കുചേർത്തു, അല്ലാഹുവല്ലാതെ വേറൊരു ദൈവമുണ്ട്, റബ്ബുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ മുശ്രിക്കായി. പിന്നെ അയാൾക്ക് പശ്ചാത്താപം തോന്നി, ഖേദം തോന്നി, പടച്ചോനെ എനിക്ക് തെറ്റുപറ്റി, അല്ലാഹുവേ ഞാൻ കുറ്റക്കാരനാണ്, എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്താൽ അത് അല്ലാഹു പുറത്തു തരാത്ത ചില തിന്മകളുണ്ട്. കുല്ലു ഉമ്മതി മുആഫാ. അല്ലാഹു എല്ലാ സമുദായത്തിനും, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. കുല്ലു ഉമ്മതി മുആഫാ. അല്ലാഹു എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും, കുറച്ച് ആളുകൾ ഒഴികെ. ഇല്ലൽ മുജാഹിദീൻ. മുജാഹിദീങ്ങൾ ഒഴികെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ആരാണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ? സർവശക്തനായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മൾ? സഹോദരിമാരെ, അള്ളാഹുവിനെ ഒരു ക്രിമിനലായിട്ട് കാണരുത്, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളായിട്ട് അള്ളാഹുവിനെ കാണരുത്. അള്ളാഹു ശിക്ഷിക്കുന്നുണ്ടെങ്കിലും ശിക്ഷയെക്കാളും കൂടുതൽ അള്ളാഹുവിന് കാരുണ്യവാനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ രാത്രിയിലും എല്ലാ പകലിലും ഭൂമി അള്ളാഹുവിനോട് പറയുന്നുണ്ട്, യാ റബ്ബി ദഅനി, അല്ലാഹുവേ എന്നെ വിടണം. അബ്തലിഉ ഇബ്ന ആദം, ആദം സന്തതികളെ ഞാൻ ജീവനോടെ വിഴുങ്ങിക്കളയട്ടെ, മനുഷ്യന്മാരെ ജീവനോടെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ. അല്ലാഹ് ദഅനി, എന്നെ വിട്. അടിയൊക്കെ ഉണ്ടാകുമ്പോ പറയൂലോ ചില ആൾ, എന്നെ വിടുന്നൊക്കെ പറഞ്ഞിട്ട്. വിട്ടാലൊന്നും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നാൽ എന്നെ വിടുന്നൊക്കെ പറഞ്ഞിട്ടാ പോവാ. വിട്ടാ പിന്നെ 4 അടി കൊണ്ടിട്ടാ വരിക. അതേപോലെ ഭൂമി അല്ലാഹുവിനോട് പറയാണ്, ദഅനി, എന്നെ വിട്. എന്തിനാ എന്നെ വിടേണ്ടത്? അബ്തലിഉ ഇബ്ന ആദം, ആദമിന്റെ മക്കളെ ഞാൻ ജീവനോടെ വിഴുങ്ങിക്കളയട്ടെ. ഭൂമി വിഴുങ്ങാൻ. കാരണം എന്തേ? ഇന്നഹു അകല മിൻ റിസ്കിക വലം യശ്കുറുക. നിന്റെ ഭക്ഷണമാണല്ലോ, എല്ലാവരും കഴിക്കുന്നത് നിന്റെ ഭക്ഷണമാണ്. വലം യശ്കുറുക, നിനക്ക് ശുക്ർ ചെയ്യുന്നില്ലല്ലോ, നിനക്ക് നന്ദി ചെയ്യുന്നില്ലല്ലോ. പ്രത്യേകിച്ചിട്ട് നിങ്ങൾ നന്നായി ശുക്ർ ചെയ്യണം. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണമുള്ള നാട്ടിൽ എന്ന് പറഞ്ഞാല് ഈ പൊയിലൂര് മാത്രമല്ല, ഈ ചുറ്റുഭാഗത്ത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങൾ, അംഗീകരിക്കേണ്ട വിഷയം അംഗീകരിക്കണമല്ലോ. നല്ല സ്വാദിഷ്ടമായ മനോഹരമായ ഭക്ഷണം നിങ്ങളുടെ ഈ ചുറ്റുഭാഗത്ത്. അപ്പൊ നിങ്ങൾ നന്നായി ശുക്ർ ചെയ്യണം. ഇന്നഹു അകല മിൻ റിസ്കിക വലം യശ്കുറുക. നിങ്ങളല്ല പ്രത്യേകത ഒന്നുമല്ല, നിങ്ങളെ പെണ്ണുങ്ങളെ പ്രത്യേകത. നിങ്ങൾ ചിരിക്കേണ്ടെന്നാണ്. പെണ്ണുങ്ങൾ ഉഷാറായതുകൊണ്ടാണ്. അല്ലാഹു നിലനിർത്തട്ടെ. ഇന്നഹു അകല മിൻ റിസ്കിക വലം യശ്കുറുക. നിന്റെ ഭക്ഷണം കഴിച്ച് നിനക്ക് നന്ദി ചെയ്യാത്ത അടിമകളുണ്ടല്ലോ, അല്ലെ? മനോഹരമായ ടർബത്തിരി 4-5 കഴിച്ച് വെട്ടി വിഴുങ്ങിയിട്ട് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന എത്ര ആളുകളുണ്ട്. വലം യശ്കുറുക, ഒരു അൽഹംദുലില്ലാ എന്ന് പോലും പറയാറുണ്ടോ? ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോ
അൽഹംദുലില്ലാഹ് എത്ര നല്ല ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്. ഈ ഭക്ഷണം പോലും കിട്ടാത്ത നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോ അല്ലാഹുവേ നീ എനിക്ക് തന്ന നിഅമത്ത് ഇത്രയാണ്, അൽഹംദുലില്ലാഹ്. ഇത് പറയാത്ത ആളുകളെ ജീവനോടെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ എന്ന് ഭൂമി അല്ലാഹുവിനോട് ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വതഖൂലുൽ ബിഹാറു, കടൽ പറയുമത്രേ. ഉസ്താദിന് പുതിയൊരു ഓഫർ എന്താ, നിങ്ങള് ആ ലൈറ്റ് വെക്കുമ്പോ മറ്റേ കല്യാണത്തിന് സ്റ്റുഡിയോക്കാർ ഒരു കൂട കൊണ്ടുവരൂലേ, കൂട, ആ കുടം കൂടി വെച്ചാല് പിന്നെ കണ്ണിലേക്ക് വല്ലാതെ അടിക്കുന്നത്. ഓഫ് ചെയ്താൽ പിന്നെ എന്നെ കാണൂല, അതുകൊണ്ട് തന്നെ ഓഫ് ചെയ്യാൻ പറയാത്തത്. അപ്പം നല്ല ഒരു കുടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി നാട്ടിൽ. ഇപ്പൊ എങ്ങനെ ഇരുന്നോട്ടെ, മറ്റേ വൈറ്റ് കൂടെ ഉണ്ടല്ലോ സ്റ്റുഡിയോ, നിങ്ങൾക്ക് അറിയാലോ കല്യാണത്തിന് കൊണ്ടുവരുന്നത്. കുട വെക്കുന്നത് എന്തിനാ, കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ലോങ് ആണ്, ചില സ്ഥലത്ത് ഇത്ര അടുത്തൊക്കെ വെക്കുക. രാവിലെ എണീക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം പോയിട്ട് എണീക്കാൻ പോലും പറ്റൂല. ചില ദിവസങ്ങളിൽ ഒരു ദിവസം കണ്ണിൽ നിന്ന് ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെള്ളം പോയ ദിവസം. അപ്പൊ അത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ക്യാമറ അല്ലാഹു സുഹൃത്താണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്തും ഐശ്വര്യവും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോ കടല് പറയും, യാ റബ്ബി, അല്ലാഹുവേ ദഅനി, എന്നെ വിടണമല്ലാ, അഗ്രിഖു ഇബ്ന ആദം. കടല് പറയാണ്, ഒരു സുനാമിയായി, വമ്പൻ തരമാലയായി ഞാൻ ഇവരെ നശിപ്പിച്ചു കളയട്ടെ, മുക്കിക്കളയട്ടെ. ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും എല്ലാവരും കൊടുക്കണേ, എല്ലാവരും മാന്യമായ രീതിയിൽ. മാന്യം എന്ന് പറഞ്ഞാൽ എബവ് 100. എന്നോട് മാത്രം ചോദിക്കരുത്, ഇതാരോ തന്നൊരു 500 ആരോ ഒരാളെ ഏൽപ്പിച്ച് 500 ഞാൻ ഇതിലാണ്. ഒരു മാന്യമായ തുക, മാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എബവ് 100, ഒരു 100ന് മുകളിലെങ്കിലും ഒന്നിട്ട് കൊടുക്കി. 500 1000 എത്രയായാലും കുഴപ്പമില്ല. യാ റബ്ബി ദഅനി, അല്ലാഹുവേ എന്നെ വിടണം. അഗ്രിഖു ഇബ്ന ആദം, മനുഷ്യന്മാരെ ഞാൻ സുനാമിയായി തരമാലയായി വന്ന് ഞാൻ അടിച്ചു വീശി. മണിക്കൂറിൽ 172 കിലോമീറ്റർ വേഗതയിൽ, 250 കിലോമീറ്റർ വേഗതയിലൊക്കെയാണ് തിരമാലകൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ വണ്ടി, നമ്മുടെ കാറൊക്കെ മാക്സിമം ഒരു 100 സ്പീഡാ പോവാ. തിരമാല വരുന്ന സ്പീഡ് 280 ഒക്കെയാണ്, 400 സ്പീഡിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്മാരെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ, സുനാമിയായി വിഴുങ്ങിക്കളയട്ടെ. അവരും പറയുന്ന കാരണം, ഇന്നഹു അകല മിൻ റിസ്ഖിക വലം യശ്കുറുക, നിന്റെ റിസ്ഖ് തന്ന്, നിന്റെ ഭക്ഷണം തന്നിട്ട് നിനക്ക് നന്ദി ചെയ്യുന്നില്ലല്ലോ. ഇത് കടൽ പറയാണ് ദിവസേന. വതഖൂലു സമാ, ആകാശം പറയുന്നുണ്ട്, യാ റബ്ബി ദഅനി, അല്ലാഹുവേ എന്നെ വിടണമല്ലാ. കഷ്ണം കഷ്ണമായി മനുഷ്യന്മാരുടെ തലയിൽ വീണ് ഞാൻ മനുഷ്യന്മാരെ നശിപ്പിക്കട്ടെ. അവര് നിന്റെ റിസ്ക് കഴിച്ചിട്ട്, നിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ച് നിനക്കവര് നന്ദി ചെയ്യുന്നില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു ആകാശത്തെ വിളിക്കുന്നത്, ആകാശമേ, ഭൂമിയെ, സമുദ്രമേ, പർവ്വതങ്ങളെ, യാ മഖ്ലൂഖാതി, എന്റെ സൃഷ്ടികളെ, ഖലഖ്തുമൂ, നിങ്ങളാണോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്? നിങ്ങൾ എന്താ പറഞ്ഞത്? മനുഷ്യന്മാരെ കൊല്ലാനാണോ? നിങ്ങളാണോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്? യാ മഖ്ലൂഖാതി, എന്റെ സൃഷ്ടികളെ, നിങ്ങളാണോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്? അവർ പറയും, ലാ യാ റബ്ബ്, അല്ലാഹുവേ ഞങ്ങളല്ല. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ലൗ ഖലഖ്തുമൂഹു ലറഹിംതുമൂ, നിങ്ങളായിരുന്നു മനുഷ്യന്മാരെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരോട് കാരുണ്യം കാണിക്കുമായിരുന്നു. അല്ലാഹു പറയാണ് പർവ്വതങ്ങളോട്, നിങ്ങളല്ലല്ലോ സൃഷ്ടിച്ചത്. പർവ്വതങ്ങളെ, സമുദ്രങ്ങളെ, ആകാശങ്ങളെ, ഭൂമിയെ, നിങ്ങളല്ലല്ലോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്, ഞാനല്ലേ. സൃഷ്ടിച്ച ആൾക്കാണ് സൃഷ്ടിയുടെ മഹത്വം അറിയാ, അല്ലേ? മക്കളോട് സ്നേഹമുണ്ടാവാറില്ല ഉമ്മയ്ക്ക്. എന്തേ? ഉപ്പയെക്കാളും സ്നേഹം ഉമ്മയ്ക്കുണ്ടാവുന്നത്. ഉമ്മയാണ് നൊന്തു പെറ്റത്. 10 മാസക്കാലം ഗർഭം ചുമന്ന ഉമ്മ മരണത്തിന് സമാനമായ വേദന സഹിച്ച്, യാ അല്ലാ, മരണത്തിന് തുല്യമായ വേദന സഹിച്ച് പൊന്നുമോനെ പ്രസവിച്ച ഉമ്മ, ശരീരത്തിന് നടുവേദന തുടങ്ങിയത്, ഒട്ടുവേദന തുടങ്ങിയത്, വയറ് വലുതായതൊക്കെ ആ ഒരു പ്രസവത്തോടു കൂടെയാണ്. 2 മാസക്കാലം
കാലം മുലപ്പാല് നൽകിയപ്പോഴാണ് ഉമ്മയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടത്. ആ ഉമ്മാക്ക് എത്ര സ്നേഹമുണ്ട്, കാരണം ഉമ്മ പ്രസവിച്ച മോനാണല്ലോ അത്. അതേപോലെ അള്ളാഹു പറയാണ്, നിങ്ങളല്ലല്ലോ സൃഷ്ടിച്ചത്, ഞാനല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇടപെടരുത്. നിങ്ങളായിരുന്നു ഇവരെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ ഇവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുമായിരുന്നു. അതുകൊണ്ട് ദഊനി വഇബാദി, എന്നെയും എന്റെ അടിമകളെയും നിങ്ങൾ വിട്ടേക്കണം, എന്നെയും എന്റെ അടിമകളെയും നിങ്ങൾ വിട്ടേക്കണം. മൻ താബ ഇലയ്യ മിൻഹും, അവരിൽ നിന്നൊരാൾ തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങി വന്നാൽ ഫഅന ഹബീബുഹും, അവരെ ഏറ്റവും സ്നേഹിക്കുന്നവൻ ഞാനാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും, എത്ര വലിയ കുറ്റം ചെയ്താലും തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങി വരാനുള്ള ഒരു മനസ്സ് ഒരാൾ കാണിച്ചാൽ അയാളുടെ സ്നേഹിതനാണ് ഞാൻ. ഹബീബ് എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ല, നമ്മൾ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ. ഹബീബ് നബി തങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഹബീബായിട്ടാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും, തെറ്റു ചെയ്ത് അവസാനം എന്താണ് ഈ തൗബ എന്ന് പറഞ്ഞാൽ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ തൗബ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സിമ്പിളാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഒരാളൊരു തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തു പിന്നെ അയാളിങ്ങനെ ആലോചിക്കുമ്പോ, പഠിച്ചോനെ എന്റെ ഭാഗത്തൊരു തെറ്റ് വന്നല്ലോ, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഞാനൊരു പെണ്ണിനെ കണ്ടുപോയി, ഞാൻ കണ്ണു കുടിച്ചുപോയി, ഞാൻ വ്യഭിചരിച്ചു പോയി, കുറ്റബോധം ഉണ്ടാവും. അന്നതുമോ, ചെയ്തു പോയതിലൊരു ഖേദമുണ്ടാവും. ചില ആളുകൾ ന്യായീകരിക്കും, അതൊക്കെ എന്താ വ്യഭിചാരം, അതൊക്കെ എന്താ, അതിപ്പോ എല്ലാരും ചെയ്യുന്നതല്ലേ, കള്ളുകൂടി അതിപ്പോ ആരാ ചെയ്യാത്ത, അങ്ങനെ ന്യായീകരിക്കുന്നതിന് പകരം യാ അല്ലാഹ്, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, എന്റെ ഭാഗത്ത് ഇങ്ങനൊരു തെറ്റ് വന്നു പോയി റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കില്ല അല്ലാഹ്, ഇനി ഞാനിത് തുടരില്ല റബ്ബേ, എനിക്ക് പുറത്തു തരണം എന്നൊരാൾ പറയുക, അതാണ് തൗബ. ഇത്രയുള്ളൂ തൗബ. കള്ളു കുടിച്ച ഒരാൾ, പെണ്ണ് പിടിച്ച ഒരാൾ, മോഷ്ടിച്ച ഒരാൾ, മോഷണം നടത്തിയ ഒരാൾ, ഫോൺ വീഡിയോകൾ കണ്ട ഒരാൾ, ഹറാമുകൾ ചെയ്ത് ജീവിച്ച ഒരാൾ, പെട്ടെന്നാണ് ഒരു ഖേദം, യാ അല്ലാഹ് ഇതൊക്കെ തെറ്റാണല്ലോ റബ്ബേ, ഞാൻ നിന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു റബ്ബേ, എന്റെ ശരീരം നിയന്ത്രിക്കാൻ കഴിയാതെ അനിയന്ത്രിതമായി എന്നിൽ നിന്ന് വന്നു പോയതാണല്ലോ, ഇനി ഞാനിത് ആവർത്തിക്കില്ല റബ്ബേ, ഹറാം ഞാൻ ഇനി കാണൂല അല്ലാഹ്, ചെയ്തു പോയതിന് എനിക്ക് ഖേദമുണ്ട് റബ്ബേ, എനിക്ക് നീ പുറത്തു താ അല്ലാഹ്. ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരാൾ തൗബ ചെയ്താൽ അയാളുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല. ഒരാൾ ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്താൽ അയാൾ തെറ്റ് ചെയ്യാത്തതിന് സമാനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തെറ്റ് ചെയ്തു, ഖേദമുണ്ടായി, വേണ്ടായിരുന്നു റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ്, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് കരഞ്ഞ റബ്ബിനോട് ദുആ ചെയ്താൽ, അല്ലാഹുവേ പുറത്തു താ അല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്താൽ അയാൾ തെറ്റ് ചെയ്തു എന്നതല്ലാതെ അതിന്റെ ഒരു അടയാളം പോലും ഇവിടെ ബാക്കിയുണ്ടാവൂല, ഒരടയാളം പോലും ഇവിടെ ബാക്കിയുണ്ടാവൂല. തിന്മയിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. നന്നായിട്ട് തൗബ ചെയ്ത് മടങ്ങിയേക്ക് അല്ലാഹുവിലേക്ക്. ഞാൻ പറയുന്ന വിഷയമൊന്നല്ലേ, ഇത് ഹബീബിന്റെ ഹദീസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി തൗബ ചെയ്തിട്ട് ഒരാൾക്ക് സംശയമാണ്, എന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ, എന്റെ ദോഷങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാനിന് കുഴപ്പമുണ്ട്. മനസ്സിലാക്കണം, വളരെ നന്നായി മനസ്സിലാക്കണം. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് തരല്ല. ചെയ്തു പോയ തെറ്റിൽ നിന്ന് മാറി നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്, പഴുതുകളുണ്ട് എന്ന ഒരു ആശയമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഇത്. ചെയ്തു പോയ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്താൽ നിങ്ങൾ ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരാകും. ഒരു തെറ്റും ഇവിടെ ബാക്കിയുണ്ടാവില്ല.
തൗബ ചെയ്തിട്ടും ഒരാൾക്ക് സംശയം, എന്റെ തെറ്റൊക്കെ പുറത്തു തന്നിട്ടുണ്ടാവോ? ഇന്ന് രാത്രി ഒരാൾ കരഞ്ഞു, അല്ലെങ്കിൽ മജ്‌ലിസ് നൂർ കഴിഞ്ഞു, ബാല് കഴിഞ്ഞു, ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് പോകുമ്പോൾ അയാൾക്കൊരു ഡൗട്ട്, പഠിച്ചോനെ എനിക്ക് നീ പുറത്തു തന്നിട്ടുണ്ടാവോ? എന്റെ ദോഷങ്ങൾക്ക് നീ മാപ്പ് ചെയ്തിട്ടുണ്ടാവോ? ഈ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാനിന് കുഴപ്പമുണ്ട് എന്നതാണ് അർത്ഥം. കാരണം എന്താ? ഒരാൾ ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അയാൾ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആരാ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണ് മുഹമ്മദ് നബി? വമാ യതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങൾ മാത്രം പറഞ്ഞ ആളാ. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങൾ മാത്രം സമുദായത്തിന് എത്തിച്ചു കൊടുത്ത ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഹയിന്റെ നാവ് കൊണ്ട് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയമാണിത്. നിങ്ങൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നിഷ്കളങ്കരായ മക്കളാക്കി, നിഷ്കളങ്കരായ ആളുകളാക്കി അല്ലാഹു നിങ്ങളെ സ്വീകരിക്കും. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. മൻ താബ ഇലയ്യ മിൻഹും, നിങ്ങളിൽപ്പെട്ട ഒരാൾ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വന്നാൽ ഫഅന ഹബീബുഹും, അവന്റെ സ്നേഹിതനാണ് ഞാൻ, എനിക്ക് അയാളെ ഇഷ്ടമാണ്. വമൻ ലം യതുബ്, ഇനി ഒരാൾ തൗബ ചെയ്യാൻ തയ്യാറായില്ല, ഞാൻ തൗബൊന്നും ചെയ്യുന്നില്ല, എനിക്ക് അതുപോലെ തെറ്റൊന്നായിട്ടും തോന്നിയിട്ടില്ല, പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നതും പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതും കൈ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതും അതേപോലെ കള്ളു കുടിക്കുന്നതും അതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല, ഞാൻ അതെന്റെ സ്വാതന്ത്ര്യമാണല്ലോ, ഔറത്ത് മറക്കാതെ നടക്കുന്നത്, മുഖം മറക്കാതെ നടക്കുന്നത്, കൈ മറക്കാതെ നടക്കുന്നത്, പെണ്ണുങ്ങൾ ഔറത്തൊക്കെ കാണിച്ച് ഇങ്ങനെ കണ്ട ആണുങ്ങളോടൊക്കെ സംസാരിച്ചൊക്കെ നടക്കുന്നത് അതെന്റെ സ്വാതന്ത്ര്യമാണല്ലോ, ഞാൻ തൗബൊന്നും ചെയ്യൂല എന്നൊരാൾക്ക് തോന്നുകയാണ്. കുഴപ്പമില്ല. ഇനി ഒരാൾ തൗബ ചെയ്യാതെ, തൗബ ചെയ്യാൻ ഒരാൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഫഇന്നി തബീബുഹും, ഞാൻ അവരുടെ ഡോക്ടറാണ്, തൗബ ചെയ്യാതെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഡോക്ടറാണ് ഞാൻ, അവരെ ഞാൻ ചികിത്സിച്ചു കൊണ്ടേയിരിക്കും, നന്നാവാനുള്ള അവസരം ഞാൻ അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. വഅന ഇലൈഹിം അർഹമു മിനൽ ഉമ്മി ബിഔലാദിഹാ, ഒരു ഉമ്മാക്ക് മക്കളോട് എത്ര സ്നേഹമുണ്ടോ അതിനേക്കാളും എനിക്ക് എന്റെ അടിമകളോട് സ്നേഹമുണ്ട്. എനിക്ക് എന്റെ ഉമ്മയ്ക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടോ അതിനേക്കാളും സ്നേഹം അള്ളാഹുവിന് എന്നോടുണ്ട്. മനസ്സിലാക്കണം. എന്നോട് മാത്രമല്ല, നിങ്ങളോട് എല്ലാവരോടും. ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല, എല്ലാരോടും. എന്റെ ഉമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് എന്നോട് സ്നേഹം. നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹമുണ്ട്. തെറ്റു ചെയ്താലും പാപം ചെയ്താലും പൊറുക്കപ്പെടുന്ന ഏക കോടതി അത് ഉമ്മയുടെ കോടതിയാണ്. ഉപ്പ പുറത്തു തരൂല. ഉപ്പായുടെ പൊറുക്കൽ ചൂരൽ കഷായാണ്. ചൂരലെടുത്ത് 4 പൊട്ടിക്കും, അല്ലെങ്കിൽ കയ്യിൽ 4 പൊട്ടിക്കും, അതാ ഉപ്പ ചെയ്യാ. പക്ഷെ ഉമ്മ അങ്ങനല്ല. ഉമ്മ എന്നാലും കുഴപ്പമില്ല, എന്റെ മോനല്ലേ, എന്റെ കുഞ്ഞല്ലേ, കുഴപ്പമില്ല, നന്നായിക്കോടും, ഒന്ന് പുറത്തു കൊടുക്ക. അതുകൊണ്ടാണല്ലോ കരള് പറിച്ചു തന്നാൽ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞ ഒരു മകനോട് ഒരു മകൻ ഉമ്മയുടെ കരള് പറിച്ച് ലക്ഷം വാങ്ങാൻ പോകുമ്പോഴാണൊന്ന് വഴുതി വീഴുന്നത്. കഥയാണ്, എന്നാലും പഠിക്കാനുണ്ട്. ഉമ്മയുടെ കരള് പറിച്ചു തന്നാൽ ലക്ഷങ്ങൾ തരാമെന്ന വാഗ്ദാനം ലഭിച്ചപ്പോ സ്വന്തം ഉമ്മയുടെ നെഞ്ചത്തേക്ക് കടാര കയറ്റി, വാള് കയറ്റി, കടാര കുത്തി കയറ്റിയിട്ട് ഉമ്മയുടെ നെഞ്ചകം പിളർന്നിട്ട് ഉമ്മയുടെ കരളുമായിട്ട് 1,00,000 രൂപ വാങ്ങാൻ പോകുമ്പോഴാണ് കല്ല് തട്ടി ഒന്ന് വീണു പോകുന്നത്, വഴുതി ഒന്ന് വീണു പോകുന്നത്. അപ്പോഴാണ് കയ്യിലുള്ള ഉമ്മയുടെ കരൾ ആ പൊന്നുമോനോട് പറയുന്നത്, മോനെ നിനക്ക് വല്ലതും പറ്റിയോ? ഏത് ഉമ്മയാണിത് ചോദിക്കുന്നതെന്നറിയോ? സ്വന്തം ഉമ്മയുടെ നെഞ്ചു പുലർന്നിട്ട് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ഉമ്മയുടെ കരളുമായി നടക്കുന്ന മകനോടാണ് കയ്യിൽ കിടക്കുന്ന ഉമ്മയുടെ കരൾ ചോദിക്കുന്നത്, മോനെ വല്ലതും നിനക്ക് പറ്റിയോ എന്ന് ചെറുതായിട്ടൊന്ന് എഴുതുമ്പോ ഇത് കണ്ടപ്പോ മകന് വല്ലാത്ത മനോവേദനയുടെ. പഠിച്ചോനെ, ഈ ഉമ്മയാണല്ലോ ഞാൻ കൊന്നത്. സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നെഞ്ചത്തേക്ക് കത്തി കുറ്റുമ്പോ ഉമ്മ വീണ്ടും ചോദിച്ചു, മോനെ നീ ഉമ്മയെ വീണ്ടും വേദനിപ്പിക്കുകയാണോ?
വേദന കൊണ്ട് വിഷമം കൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ സ്വന്തം ശരീരത്തിലേക്ക് കത്തി കടാര കുത്തിയിറക്കാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് ഉമ്മയുടെ ആ കരൾ ചോദിക്കുന്നത്, മോനെ ഉമ്മയെ നീ വീണ്ടും വേദനിപ്പിക്കുകയാണോ? ഇതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റ് ചെയ്താലും പെട്ടെന്ന് മാപ്പ് തരുന്ന കോടതി അത് ഉമ്മയുടെ കോടതിയാണ്, ഉമ്മയുടെ കോടതിയാണ്. വേറൊരു കോടതിയും അങ്ങനെ മാപ്പ് തരൂല. നിങ്ങൾക്കറിയാലോ, രാത്രി വൈകി വരുന്ന തോന്നിവാസികളായ ചില മക്കൾ ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ചില നാടുകളിലുണ്ട്. രാത്രി ഉറങ്ങാതെ 2 മണിക്ക് 12 മണിക്ക് 11 മണിക്കൊക്കെ വീട്ടിൽ കയറി വരുന്ന നമ്മുടെ മക്കളുണ്ട്. ആ മക്കളെ വീട്ടിലേക്ക് കയറ്റരുതെന്ന് ഉപ്പ പറഞ്ഞാലും പിൻവാതിലിലൂടെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ഉമ്മയല്ലേ? സ്കൂളിലേക്ക് പോവാതെ സിനിമ കാണാൻ പോയി, അധ്യാപകൻ വിളിച്ചു വീട്ടിലേക്ക്, ഉപ്പയറിയാതെ മറച്ചു വെച്ച് ഉപ്പയറിയാതെ വീട്ടിൽ പോയി മക്കളെ സംരക്ഷിക്കുന്നത് ഉമ്മയല്ലേ? രാവിലെ കിടന്നുറങ്ങി മദ്രസയിൽ പോവാതെ തലവേദനയാണെന്ന് നുണ പറഞ്ഞിട്ട് ഉസ്താദുമാരുടെ അടിയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തുന്നത് ഉമ്മയല്ലേ? ഉമ്മയാണ് താരം, ഉമ്മയാണ് ലോകത്ത് ഏറ്റവും നന്നായി മാപ്പ് നൽകുന്ന ഒരു വ്യക്തി, ഒരു കോടതി ഉമ്മയാണ്. എന്നാൽ കേൾക്കണോ, ഉമ്മയെക്കാളും വലിയ മാപ്പ് നൽകുന്ന ഒരാളുണ്ട്, ഉമ്മയെക്കാളും നമ്മെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ഉമ്മയെക്കാളും നമ്മോട് കാരുണ്യം കാണിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? അല്ലാഹ്. അന അർഹമു മിനൽ ഉമ്മി ലിഔലാദിഹാ. ഒരു ഉമ്മാക്ക് മക്കളോട് എത്ര കാരുണ്യമുണ്ടോ അതിനേക്കാളും കാരുണ്യം അല്ലാഹുവിന് നമ്മളോടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലൂടെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് പിഞ്ചു പൈതലിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിപോക്കിയായ ഒരു ഉമ്മയെ കണ്ടത്, ഒരു പെണ്ണിനെ കണ്ടത്. പെണ്ണ് നേരെ ആ സംഘത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, മൻ അൻതും, നിങ്ങളാരാ? അവര് പറഞ്ഞു, നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടത്. നിങ്ങളാരാ? ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നേരെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച പിഞ്ചു പൈതലിനെയും കൂട്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, മുത്തുനബിയേ, ഇതെന്റെ പെഞ്ചു പൈതലാണ്. ഞാൻ 10 മാസം ഗർഭം ചുമന്ന് മരണത്തിന് സമാനമായ വേദന സഹിച്ച് 2 വർഷക്കാലം മുലപ്പാലൂട്ടി എന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം പോലും നഷ്ടപ്പെടാൻ കാരണമായി ഊണും ഉറക്കമില്ലാതെ ഞാൻ സംരക്ഷിക്കുന്ന എന്റെ പിഞ്ചു പൈതലാണ്. ഈ കുഞ്ഞിനെ ഞാൻ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുപ്പത്ത് എന്തോ പാചകം ചെയ്യുന്ന പെണ്ണായിരുന്നു അത്. അടുപ്പത്ത് എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണായിരുന്നു. നബിയെ, എന്റെ കയ്യിലുള്ള ഈ പിഞ്ചു പൈതലിനെ ഈ തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു ഇല്ല. നബി തങ്ങൾ പറഞ്ഞില്ല. എങ്ങനെയാണ് ഒരു ഉമ്മാക്ക് സ്വന്തം പൊന്നുമോനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറ്റുക? അപ്പോഴാണ് ആ പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ നബിയെ, നിങ്ങളല്ലേ പറഞ്ഞത് അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്നല്ല പറഞ്ഞത്. ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ല പറഞ്ഞത്. ഞാൻ എന്റെ ഈ പൊന്നുമോനെ തീയിലേക്ക് വലിച്ചെറിയൂല. എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുക? ഞാൻ എന്റെ പൊന്നുമോനെ തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ. എനിക്ക് എന്റെ പൊന്നുമോനോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് എന്നോട് കാരുണ്യമില്ലേ? എങ്ങനെയാണ് അല്ലാഹു തആല എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബകാ, അല്ലാഹുവിന്റെ ഹബീബ് കരയാണ്. നബി തങ്ങൾ കരഞ്ഞിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, സഹോദരി, അല്ലാഹു അങ്ങനെ ഒരാളെയും വെറുതെ ശിക്ഷിക്കില്ല. അല്ലാഹു ഒരാളെയും തെറ്റ് ചെയ്തു എന്ന പേരിൽ അല്ലാഹു ശിക്ഷിക്കൂല. അല്ലാഹു ശിക്ഷിക്കുന്നതാരെ? ധിക്കാരികളായ, അഹങ്കാരികളായ, പിന്നെയും ധിക്കാരത്തോടെ അല്ലാഹു കാണട്ടെ, ഞാൻ തൗബ ചെയ്യൂല. അല്ലാഹു അറിഞ്ഞാൽ എന്താ പ്രശ്നം? അല്ലാഹു അറിയട്ടെ. ഇതൊന്നൊരു തെറ്റല്ല. പെണ്ണുമായി സംവദിക്കുന്നത് തെറ്റല്ല, വ്യഭിചരിക്കുന്നത് തെറ്റല്ല, കള്ളു കുടിക്കുന്നത് എന്റെ ഇഷ്ടമല്ലേ. അല്ലാഹുവിനോടുള്ള ധിക്കാരത്തോടെ, അല്ലാഹുവിനോടുള്ള അഹങ്കാരത്തോടെ തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമേ അല്ലാഹു ശിക്ഷിക്കുള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ താടി രോമങ്ങൾ വെള്ളം കൊണ്ട് കണ്ണുനീർ തുള്ളികൾ കൊണ്ട്
നനഞ്ഞു പോയി എന്ന ഹദീസിൽ കാണാം. ഇതാണ് അല്ലാഹു തആല ഒരാളെയും അല്ലാഹു വെറുതെ ശിക്ഷിക്കൂല. അല്ലാഹു ഒരാളെയും വെറുതെ ശിക്ഷിക്കൂല. ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ അല്ലാഹുവിനെ എതിർത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമേ അല്ലാഹു ശിക്ഷിക്കുകയുള്ളൂ. എന്നാൽ ഇത്രയും വലിയ കാരുണ്യവാനായ, ഇത്രയും ഉമ്മയെക്കാളും വലിയ സ്നേഹം തരുന്ന റബ്ബ് മാപ്പ് നൽകാത്ത ചില പാപമുണ്ട്, പുറത്തു തരാത്ത ചില കുറ്റമുണ്ട്. അത് ശിർക്കല്ല, അത് ശിർക്കല്ല, അത് ബഹുദൈവങ്ങളെ ആരാധിക്കലല്ല. പിന്നെ ഏതാണ് ആ തെറ്റ് എന്നറിയോ? കുല്ലു ഉമ്മത്തി മുആഫാ, എല്ലാ ഉമ്മത്തിനും ഞാൻ പുറത്തു കൊടുക്കും. എന്റെ സമുദായത്തിലെ എല്ലാ വ്യക്തികൾക്കും ഞാൻ പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ പരസ്യമായി ചെയ്യുന്ന ആളുകൾ ഒഴികെ. പരസ്യമായി 2, 3, 4 ആളുകൾ ഒരുമിച്ച് കൂടി ഫോൺ വീഡിയോ കാണുകയാണ്. അല്ലാഹു പുറത്തു തരൂല ചെറുപ്പക്കാരാ. ഒറ്റയ്ക്കിരുന്ന് കണ്ടാൽ അല്ലാഹു പുറത്തു തന്നേക്കാൻ, കാണാനല്ല പറയുന്നത്. കണ്ടുപോയ ആളുകളോട് ഞാൻ പറയാണ്, ഒറ്റയ്ക്കിരുന്നിട്ട് ശരീരം നിയന്ത്രിക്കാൻ കഴിയാതെ ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയി, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന വിശ്വാസത്തോടെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അത് പുറത്തു തരും ഇൻഷാ അല്ലാഹ്. പക്ഷേ ക്ലബ്ബിലിരുന്നിട്ട്, ബസ് സ്റ്റാൻഡിലിരുന്നിട്ട്, പീടികത്തിണ്ണയിലിരുന്നിട്ട്, ക്യാമ്പസിലും കലാലയങ്ങളിലും മരച്ചുവട്ടിലും ഇരുന്നിട്ട് പരസ്യമായി വ്യഭിചാരം കണ്ടാൽ, പരസ്യമായി വ്യഭിചാരം ചെയ്താൽ, പരസ്യമായി കള്ളു കുടിച്ചാൽ, പരസ്യമായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയോ ചുംബിക്കുകയോ ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്താൽ 4-5 ആളുകൾ, നമ്മുടെ മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ കണ്ടുകൊണ്ടിരിക്കെ 2 പേർ പബ്ലിക്കായി കൈയും പിടിച്ചു നടന്നു പോകുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? കുല്ലു ഉമ്മത്തി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകളെയും ഞാൻ മാപ്പ് നൽകും, എല്ലാവർക്കും ഞാൻ മാപ്പ് നൽകും. ചില ആളുകൾ ഒഴികെ. ഏതാണ് ആ വിഭാഗം എന്നറിയോ? ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ പറയട്ടെ, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവിടെ വ്യഭിചരിച്ച ഒരാൾക്ക് എപ്പോഴാണ് ഹദ്ദടിക്കുന്നത്? എപ്പോഴാ? 100 അടി അടിക്കുന്നത് എപ്പോഴാ? കല്ലെറിഞ്ഞു കൊല്ലുന്നത് എപ്പോഴാ? നാട് കടത്തുന്നത് എപ്പോഴാ? എല്ലാ വ്യഭിചാരികളെയും കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ടോ? എല്ലാ വ്യഭിചാരികളെയും നാട് കടത്തുന്നുണ്ടോ? എല്ലാ വ്യഭിചാരികൾക്കും 100 അടി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ സഹോദര. പിന്നെ ആരെയാണ് അല്ലാഹു കല്ലെറിയാൻ പറഞ്ഞത്? പരസ്യമായി വ്യഭിചരിച്ചവനെ ഒരു വണ്ടി, ഒരു പാർക്കിന്റെ മുന്നിലിട്ട് ഒരു ആണും പെണ്ണും വണ്ടിയിലിരുന്ന് തോന്നിവാസം ചെയ്യുക. ആ വഴിയിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോവുക. വഴിയിൽ പോകുന്ന ആളുകളൊക്കെ കാറിന്റെ ചില്ലിലൂടെ അകത്തേക്ക് നോക്കുന്നുണ്ട്. അവർക്കതൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെയുള്ള 100 കണക്കിന് സംഭവങ്ങൾ ദൈനംദിനം മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെയുള്ള തെറ്റുകാരെ അല്ലാഹു വെറുതെ വിടൂല. എന്തേ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു പറഞ്ഞല്ലോ, 4 സാക്ഷികൾ ഉണ്ടായാലാണ് വ്യഭിചാരത്തിന്റെ ഹദ്ദടിക്കുന്നത്. 4 സാക്ഷി. അഥവാ ഒരാൾ വ്യഭിചരിക്കുന്നത് 4 ആള് കണ്ടാൽ ഏതുപോലെ? സുർമക്കുപ്പിയിൽ നിന്ന് സുർമ എടുക്കുന്നത് പോലെ വ്യഭിചരിക്കുന്നത് കാണും. ചുംബിക്കുന്നത് കണ്ടാൽ പോരാ, തൊടുന്നത് കണ്ടാൽ പോരാ, കൂടെ കിടന്നത് കണ്ടാൽ പോരാ, വ്യഭിചരിക്കുന്നത് കാണണം. വ്യക്തമായ ഉദാഹരണം ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഈ ഒരു ഉദാഹരണം. 4 പേര് കാണണം. അത് വീഡിയോ കണ്ടാ പോരാ. വീഡിയോ കണ്ടിട്ട് 4 ആള് കണ്ടു എന്ന് പറഞ്ഞാൽ പോരാ, കണ്ണുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണണം. 4 ആണുങ്ങൾ, 2 പേര് വ്യഭിചരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2 പേര് വ്യഭിചരിക്കുന്ന രംഗം 4 പേർ കണ്ണുകൊണ്ട് കണ്ടു. അവർ 4 പേരും ഇസ്ലാമിക ഭരണകൂടത്തിലെ ഖലീഫയോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു. എന്നാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലും. കാരണം എന്തേ? അവര് വ്യഭിചരിക്കുമ്പോഴും രഹസ്യമായി വ്യഭിചരിക്കാൻ അവർ തയ്യാറായില്ല. 4 ആളുകൾ കണ്ടാലും കുഴപ്പമില്ല അല്ലെ? ഒരാൾ വ്യഭിചരിക്കുമ്പോ ഏറ്റവും ആരും കാണാതെ പ്രൈവസി, ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താ പോവാ. അവരൊക്കെ അള്ളാഹുമായി തൗബ ചെയ്ത പുറത്തു കൊടുക്കും അള്ളാഹു. പക്ഷേ ആളുകൾ കണ്ടോട്ട് എനിക്ക് കുഴപ്പമില്ല. 4 ആള് കാണാന്ന് പറഞ്ഞ അത്രയും പരസ്യമായിട്ട് ചെയ്യേണ്ട. ഒരാളൊക്കെ കണ്ടേക്കാം, അല്ലെങ്കിൽ 2 ആളൊക്കെ കണ്ടേക്കാം. 4 ആളുകൾ കാണാന്ന് പറഞ്ഞാൽ അത്രയും പരസ്യമായി ചെയ്യണം. ഈ പരസ്യമായി ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമല്ല. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമല്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, കുല്ലു ഉമ്മത്തി മുആഫാ, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി തെറ്റ് ചെയ്യുന്നവരൊഴികെ. വഇന്ന മിനൽ മുജാഹറതി, ഇനി പരസ്യമായി തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അയ്യഅമല റജുലു ബില്ലൈലി അമല, രാത്രിയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുക.
രാത്രിയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുക, അത് മതിൽ ചാടി കടന്നു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ പേടികത്തിണ്ണയിലോ ക്ലബിലോ ഇരുന്നിട്ട് കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പോൺ സൈറ്റുകളിൽ കയറി വിചാരം പോൺ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ടത് കണ്ട് ആസ്വദിക്കുക. പിന്നെ രാത്രി കിടന്നുറങ്ങി തെറ്റ് ചെയ്ത് രാത്രി ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചു, ഏതെങ്കിലും ഒരു വീട് കൊള്ളയടിച്ചു, കൊലപാതകം നടത്തി, ആരും അറിഞ്ഞിട്ടില്ല. അവൻ വ്യഭിചരിച്ചതറിഞ്ഞിട്ടില്ല, കണ്ണു കുടിച്ചതറിഞ്ഞിട്ടില്ല, തോന്നിവാസം ചെയ്തതറിഞ്ഞിട്ടില്ല. അവനും അവന്റെ റബ്ബും മാത്രമാണ് കണ്ടത്. അവൻ രാത്രി വീട് കയറി മോഷണം നടത്തിയത്, ഇളനീര് കുടിച്ചത്, സ്വർണം മോഷ്ടിച്ചത് അവനും അവന്റെ റബ്ബും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ഒരാളും അറിഞ്ഞിട്ടില്ല. വളരെ രഹസ്യമായിട്ടാണ് ചെയ്തത്. പക്ഷേ അയാൾ സുബഹിക്ക് എണീറ്റു, അല്ലെങ്കിൽ പകലിൽ എണീറ്റു വന്നു. എന്നിട്ട് ക്ലബിലേക്ക് വന്നിട്ട് ചങ്ങാതിയോട് പറയാണ്, ഞാൻ ഇന്നാലിന്ന വീട്ടിൽ കയറിയിട്ടുണ്ട്. അവൻ കയറിയത് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം പകലിൽ വന്നിട്ട് ചങ്ങാതിയോട് പറയാ. മറ്റൊരു സുഹൃത്ത് സ്കൂളിലേക്ക് പോയിട്ട് ചങ്ങാതിയോട് പറയാണ്, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ യൂട്യൂബിൽ ചെന്നിട്ടോ മറ്റുള്ള സൈറ്റുകളിൽ ചെന്നിട്ടോ ഒരു സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്തു, രാത്രി ഞാനത് കണ്ടു, നിനക്ക് വേണടോ, ഞാൻ ഷെയർ ചെയ്തു തരാം, ഫയൽ ട്രാൻസ്ഫർ ഒന്ന് ഓൺ ചെയ്യേ, നിനക്ക് വേണോ? ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ എന്റെ കാമുകയുമായി സംസാരിച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്. അവനും അവളുമായിട്ടുള്ള സമ്പർക്കം അല്ലാഹു മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ രാവിലെയായി ചങ്ങാതിമാരോട് കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിനോട് പറയാണ്, ഇന്നാലിന്ന പെണ്ണ് എന്റെ കാമുകയാണ്, അവൾ എന്റേതാണ്, എന്റേത്. ഇങ്ങനെയൊക്കെ ചങ്ങാതിമാരോട് താൻ വളരെ രഹസ്യമായി ചെയ്ത തെറ്റുകൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, രാത്രിയിൽ ചെയ്ത തെറ്റ് അല്ലാഹുവല്ലാതെ മറ്റൊരാളും കണ്ടിട്ടില്ല. രാവിലെയായപ്പോൾ അയാളത് ചങ്ങാതിയോട് പറഞ്ഞു, അയാളത് ഫാമിലി ഫ്രണ്ട്സിനോട് പറഞ്ഞു, കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിനോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, മദ്രസയുടെ ചങ്ങാതിമാരോട് പറഞ്ഞു, കൂടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞു. അല്ലാഹു മറച്ചു വെച്ചൊരു കാര്യമാണ്, അല്ലാഹു മറച്ചു വെച്ച തെറ്റാണ്. എന്താണ് പറയുന്നത്? യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, ഇന്നലെ രാത്രി ഇന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ടേ ഇല്ല, ഇന്നലെ രാത്രി ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പിറ്റേ ദിവസം രാവിലെ അയാൾ അല്ലാഹു ചങ്ങാതിമാരോട് പറയാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലൽ മുജാഹിരീൻ, ഇവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്താലും അല്ലാഹു പുറത്തു തരാത്ത മാപ്പ തെറ്റാണിത്. ശിർക്ക് ചെയ്താൽ വരെ തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമെങ്കിൽ തിന്മയെ പരസ്യമാക്കിയാൽ അല്ലാഹു പുറത്തു തരാത്ത തെറ്റാണിത്. അല്ലാഹു ഒരിക്കലും ഈ തെറ്റുകൾക്ക് മാപ്പ് നൽകൂല. അതുകൊണ്ട് പരസ്യമായി തെറ്റ് ചെയ്യല്ല ചെറുപ്പക്കാരാ. 4-5 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഹറാം ചെയ്യല്ല. ഒറ്റയ്ക്ക് ചെയ്യണമെന്നല്ല പറയുന്നത്, ഒറ്റയ്ക്ക് ചെയ്തോ എന്നല്ല പറയുന്നത്. പരസ്യമായി തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണേ. ഒരു പക്ഷേ ഒറ്റയ്ക്ക് ചെയ്ത തെറ്റ് അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്താൽ അള്ളാഹു പുറത്തു തരുമെന്നാണ് ഹദീസുകളിൽ നിന്ന് കാണുന്നത്. പക്ഷേ കൂട്ടമായി ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരൂല. പരസ്യമായി ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരൂല. തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരാൾ പരസ്യമായി നന്മ ചെയ്തോട്ടെ, നന്മ വരെ പരസ്യമാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണിത്. വലത് കൈ കൊണ്ടു കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല, അങ്ങനെയാണ് സദഖ പറഞ്ഞത്. പക്ഷെ സക്കാത്ത് കൊടുക്കുമ്പോൾ പരസ്യമായി കൊടുക്കണം. അത് നിന്റെ ഔദാര്യമല്ല, അത് നിന്റെ ഔദാര്യമല്ല. നീ കൊടുക്കേണ്ടത് ആർക്കാണോ നൽകുന്നത് അവന്റെ അവകാശമാണ്. നീ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട്, അത് നിന്റെ ബാധ്യതയായതുപോലെ പാവപ്പെട്ടവന് സക്കാത്ത് കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. കടം ചോദിക്കാൻ നിന്റെ വീട്ടിലേക്ക് കടക്കാര് വന്നപ്പോ നീ അവരെ പേടിപ്പിച്ചു വിടൂലല്ലോ, കാരണം നീ കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. അവനിൽ നിന്ന് വാങ്ങിച്ച സ്വത്താണത്. അതേപോലെ സക്കാത്തിന് അർഹരായ ആളുകൾക്ക് നീ നിന്റെ സമ്പത്തിൽ നിന്ന് 2.5% കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്, നിന്റെ കടമയാണത്. പരസ്യമായി തന്നെ കൊടുക്കണമത്, രഹസ്യമായിട്ടല്ല. സക്കാത്ത് കൊടുക്കേണ്ടത് പരസ്യമായിട്ടാണ്. പക്ഷേ സ്വദഖ നിന്റെ ഔദാര്യമാണ്, നീ ചെയ്യുന്നൊരു നന്മയാണ്. അത് നീ വളരെ രഹസ്യമായിട്ട് ചെയ്യണേ. ഫർള് നിസ്കാരം, ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം, സുബഹി നിസ്കാരം, മഗ്രിബും ഇശാഉമെല്ലാം പരസ്യമായിട്ടാണ് ചെയ്യേണ്ടത്. അത് ഫർളാണ്. പക്ഷേ അതിനു മുമ്പുള്ള സുന്നത്ത് പരസ്യമായി ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ്
പറഞ്ഞത്. സുബഹിക്ക് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ പോയാൽ മതി. ളുഹറിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നവർ വീട്ടിൽ വെച്ച് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് പോയാൽ മതി. നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി 4 റക്അത്ത് ശേഷമുള്ളത് സുന്നത്ത് നിസ്കരിക്കണം. അസ്റിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ അസ്ർ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോ 4 റക്അത്ത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചു പോയാൽ മതി. മഗ്രിബിന്റെ ശേഷം നീ വീട്ടിൽ വന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. ഇശാഇന്റെ മുമ്പും ശേഷവും. കാരണം അത് നിന്റെ ഔദാര്യമാണ്. അത് നിനക്ക് നിർബന്ധമല്ല, ബാധ്യതയല്ല. ബാധ്യതയല്ലാത്തതൊക്കെ നീ രഹസ്യമായി ചെയ്യണം. നന്മ പോലും രഹസ്യമായി ചെയ്യണമെന്ന് പഠിപ്പിച്ച മതത്തിലെ ആളുകളാണ് തിന്മകൾ പരസ്യമാക്കുന്നത്. തിന്മ പരസ്യമാക്കിയാൽ അള്ളാഹു പുറത്തു തരുന്ന പ്രശ്നമല്ല, അള്ളാഹു അവർക്ക് മാപ്പ് നൽകൂല. അതുകൊണ്ട് അള്ളാഹുവേ, കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരണേ അല്ലാ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു മാപ്പ് തരട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. ഇനിയുള്ള കാലം ഞാൻ പറയട്ടെ, 2 പേര് ഒരുമിച്ച് കൂടി ഒരു തെറ്റും ചെയ്യരുത്. 2 പേര് ഒരുമിച്ച് കൂടി ഒരു സിനിമക്കും പോവരുത്. 4-5 ആളുകൾ ഒരുമിച്ച് കൂടി കള്ളു കുടിക്കാനോ വായ നോക്കാനോ വേണ്ടി പോവല്ല. 5-6 ആളുകൾ ഒരുമിച്ച് കൂടി സിനിമയിലേക്കോ ക്ലബിലേക്കോ തിയേറ്ററിലേക്കോ മോഷ്ടിക്കാനോ ഹറാം ചെയ്യാൻ വേണ്ടി പോവല്ല. അള്ളാഹു പുറത്തു തരാത്ത പാപമാണത്. തെറ്റ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്ത തെറ്റാണെങ്കിൽ അള്ളാഹു പുറത്തു തരും. പരസ്യമായി ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരൂല എന്ന് അള്ളാഹു രഹസ്യമാക്കിയതിനെ പരസ്യമാക്കിയാൽ അള്ളാഹു പുറത്തു തരൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ മഴ വരാതെ കഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. നമ്മൾക്കറിയുന്ന വിഷയമാണ്. മൂസാ നബി ചോദിച്ചില്ലേ, യാ അല്ലാഹ് യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ എന്റെ മഴ തരാത്തത് ശക്തമായ ചൂടാണല്ലോ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണല്ലോ, എങ്ങനെയാണ് മഴ ലഭിക്കുക എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോഴാണ് അള്ളാഹു പറയുന്നത്, മൂസാ, നാട്ടുകാരെ, മൃഗങ്ങളെ, മനുഷ്യന്മാരെ, എല്ലാ ആളുകളെയും ഒരു മൈതാനിയിലേക്ക്, ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവാ. എല്ലാവരെയും ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവാ. പരസ്യമായി തൗബ ചെയ്യട്ടെ. എല്ലാവരും പരസ്യമായി തൗബ ചെയ്യട്ടെ. തെറ്റ് ചെയ്ത ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി സർവശക്തനായ ജഗന്നിയന്താവായ അള്ളാഹുവിലേക്ക്, അള്ളാഹുവേ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നു പോയിട്ടുണ്ടല്ലോ, അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി വഅബൂഉ ലക ബിദംബി. അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ അംഗീകരിക്കുകയാണല്ലോ, തെറ്റല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല റബ്ബേ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്തതൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികളല്ല അല്ലാ, ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ, ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും ഒരുമിച്ച് കൂടി ദുആ ചെയ്താൽ മഴ തരാമെന്ന് മൂസാ നബി പറഞ്ഞതുപോലെ നാട്ടുകാരെ, എല്ലാ മൃഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഈ ഒരു ദുആ സമ്മേളനം നടത്തി മഴ വരാൻ. പക്ഷെ മഴ വരുന്നില്ലല്ലോ. കാത്ത് മഴ വരുന്നില്ല. മൂസാ നബിക്ക് നിരാശ തോന്നി. യാ അല്ലാഹ്, മഴ തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നാട്ടുകാരെ മൈതാനിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്, എന്നിട്ട് മഴ ലഭിക്കുന്നില്ലല്ലോ. ഞാൻ എന്താണ് എന്റെ സമുദായത്തിനോട് പറയേണ്ടത്? ഇനി എന്ത് മറുപടിയാണ് ഞാൻ എന്റെ സമുദായക്കാരോട് പറയേണ്ടത്? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, മൂസാ ഇന്ന ഫീകും ലആസിൻ, നിങ്ങളിലൊരു തെറ്റുകാരുണ്ട്, ആ സദസ്സിലൊരു തെറ്റുകാരുണ്ട്. മഴ ചോദിക്കുന്ന ആളുകളിൽ ഒരു കുറ്റക്കാരനുണ്ട്. അയാൾ ഇന്നുവരെ തൗബ ചെയ്തിട്ടില്ല. എല്ലാവരും കരഞ്ഞപ്പോഴും അയാൾ കരയാൻ തയ്യാറായിട്ടില്ല. എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലിയപ്പോൾ അയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തയ്യാറായിട്ടില്ല. തൗബ ചെയ്യാൻ തയ്യാറാവാത്ത ഒരു വ്യക്തി നിങ്ങളുടെ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് മഴ തരാത്തത്. അല്ലാഹുവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആയിരക്കണക്കിന് ഒരുമിച്ച് കൂടിയ ആളുകളിൽ എങ്ങനെയാണ് അയാളെ ഞാൻ തെരഞ്ഞെടുക്കുക? അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, മൂസാ നബിയെ, നിങ്ങൾ ഇങ്ങനെ സദസ്സിനോട് പറയണേ, തെറ്റു ചെയ്ത ഇന്നാലിന്ന ഒരാൾ നമ്മുടെ സദസ്സിലുണ്ട്, അയാൾ ഇവിടെ നിന്ന് എണീറ്റ് പോയാലേ അള്ളാഹു മഴ തരുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ആരൊക്കെയാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഈ സദസ്സിൽ നിന്ന് മാറിപ്പോകണമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് ആ സദസ്സിലുള്ള ദോഷിയായ സഹോദരൻ പേടിക്കാൻ തുടങ്ങിയത്. അള്ളാഹുവേ, എന്നെ കുറിച്ചാണല്ലോ ആ പറയുന്നത്, അള്ളാഹുവേ എന്നെ ഉദ്ദേശിച്ചിട്ടാണല്ലോ പറയുന്നത്, എന്നെ മാത്രമാണ്
മാത്രമാണല്ലോ ആ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ എന്താണ് റബ്ബേ ചെയ്യേണ്ടത്? ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സദസ്സിൽ നിന്നെങ്ങാനും ഞാൻ പുറത്തു പോകുമ്പോ എല്ലാവരും എന്റെ മുഖം നോക്കി നിൽക്കൂലേ? എല്ലാവരും എന്നെ തിരിച്ചറിയൂലേ? ആ തെറ്റുകാരൻ ഞാനാണെന്ന് ആളുകൾ തിരിച്ചറിയൂല. റബ്ബേ, എന്നെ നീ ഇൻസൾട്ട് ചെയ്യല്ല അല്ലാ. ആളുകൾക്കിടയിൽ നീ എന്നെ നിസ്സാരനാക്കല്ല റബ്ബേ. ആളുകൾക്കിടയിൽ നീ എന്നെ പരിഹസിക്കല്ല റബ്ബേ. ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു റബ്ബേ. ഫഗ്ഫിർലി ഫഗ്ഫിർലി, എനിക്ക് പൊറുത്തു താ അല്ലാ, എനിക്ക് പൊറുത്തു താ അല്ലാ. ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ ആ സഹോദരൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ കോരിച്ചൊരിയുന്ന മഴ വരാൻ തുടങ്ങി. അനുഗ്രഹീതമായ അനുഗ്രഹത്തിന്റെ പേമാരി വർഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മൂസാ നബിക്ക് അത്ഭുതം. അല്ലാഹുവേ, സദസ്സിൽ നിന്ന് ഒരാളും പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവിടേക്ക് മഴ വന്നത്? അല്ലാഹു പറഞ്ഞു, മൂസാ, ആരാണോ ഇതുവരെ, ആര് കാരണത്താലാണോ ഇതുവരെ ഞാൻ മഴ തരാതെ തടഞ്ഞു വെച്ചത്, അയാൾ കാരണത്താലാണ് ഞാൻ ഇപ്പോൾ മഴ തന്നത്. ഇതുവരെ ഇന്ന് വരെ വെള്ളമില്ലാതെ പ്രയാസപ്പെടേണ്ടി വരുന്ന ദുർഗതി, ദയനീയമായ നിജസ്ഥിതി നിങ്ങളിൽ ഉണ്ടായത് ഏത് വ്യക്തി കാരണത്താലാണോ ആ വ്യക്തി കാരണത്താലാണ് ഞാൻ ഇപ്പോൾ മഴ തന്നത്. ആരാണ് റബ്ബേ അയാൾ? ആരാണ് റബ്ബേ അയാൾ? എന്തേ മഴ തന്നത്? അല്ലാഹു പറഞ്ഞു, അയാൾ ആ സമയം തൗബ ചെയ്ത് മടങ്ങിയിരിക്കുകയാണ്, ആത്മാർത്ഥമായി എന്നെ വിളിച്ചിരിക്കുകയാണ്, ആത്മാർത്ഥമായി തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അത് കാരണത്താലാണ് ഞാൻ മഴ നൽകിയത് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, അയാൾ എനിക്ക് കാണിച്ചു തരുമോ? അയാളൊന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരുമോ? കാണാൻ വേണ്ടിട്ടാണ്, ആരാണ് ആ വ്യക്തി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? അല്ലാഹു പറഞ്ഞു, മൂസാ, എനിക്കത് ഇഷ്ടമല്ല. തെറ്റ് ചെയ്ത ആളുകളെയും തിന്മകളെയും പരസ്യമാക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇന്ന് വരെ ദോഷിയായി തെറ്റ് ചെയ്ത് തോന്നിവാസം ചെയ്തയാൾ നടന്നിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ സമുദായത്തിലെ മറ്റൊരാൾക്കോ ഞാൻ അറിയിച്ചിട്ടില്ലല്ലോ. കാരണം രഹസ്യമായിട്ടാണ് അയാൾ തെറ്റ് ചെയ്തത്. വേറെ ഒരാളും കാണുന്ന രീതിയിലല്ല അയാൾ തെറ്റ് ചെയ്തത്. അയാൾ തെറ്റിനെ മറച്ചതുകൊണ്ട് അയാളുടെ തെറ്റിനെ ഞാൻ സമുദായത്തിന്റെ ഇടയിലും മറച്ചു വെച്ചു. ഇപ്പൊ അയാൾ തൗബ ചെയ്ത് നന്നായിരിക്കാൻ, ഇപ്പൊ അയാളൊരു സ്വാലിഹായ മനുഷ്യനായി മാറിയിരിക്കാൻ. എന്നിട്ട് ഞാൻ നന്നായ ശേഷം അയാൾ ഇൻസൾട്ട് ചെയ്യേ, ഇതുവരെ അയാളെ സംരക്ഷിച്ചിട്ട് നന്നായ ശേഷം അയാൾ മോശാക്കി. ഞാൻ ചെയ്യൂല മൂസാ നബി, ഞാൻ ചെയ്യൂല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല തിന്മകൾ പരസ്യമാക്കുന്നതും തെറ്റുകാരെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് മോശമാക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും ടേണിഷ് എന്ന് പറയാം, നമ്മള് കരിവാരി തെക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹുവിന്റെ സ്വഭാവം നമ്മളും എടുക്കണം. അള്ളാഹുവിന്റെ സ്വഭാവമാണ് എന്ത്? തിന്മകളെ പരസ്യമാക്കൂല എന്നത്. ആ ഒരു സ്വഭാവം നമ്മളും ഉൾക്കൊള്ളണം. തെറ്റുകാര സമുദായ മധ്യത്തിൽ വലിച്ചു കീറാൻ, പഞ്ഞിക്കിടാൻ നമ്മൾക്ക് അനുവാദം തന്നിട്ടില്ല. അത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്, നല്ല സ്വഭാവം. അത് നമ്മളും ഉൾക്കൊള്ളണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, പരിശുദ്ധമായ റമളാനാണ് വരാൻ പോകുന്നത്. തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണിത്. അല്ലാഹുവിലേക്ക് മടങ്ങി നന്നാവേണ്ട സമയമാണിത്. മനസ്സുരുകി മനമുരുകി ഈ ഒരു ദോഷിക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ, അതേപോലെ അല്ലാഹു ആർക്ക് പുറത്തു തരൂല എന്ന് എങ്ങനെയാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുക? എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെ ഒരു സഹോദരന്റെ കഥയുണ്ട്. തോന്നിവാസം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു തോന്നിവാസി മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് അവസരം തരണമെന്ന്, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് താമസിക്കണം. മൂസാ നബി ചോദിച്ചു, സ്വർഗത്തിൽ ഞാൻ പ്രവാചകന്മാരുടെ കൂടെ ആയിരിക്കും, നീ ഇങ്ങനെ തോന്നിവാസം ചെയ്ത് നടന്നിട്ട് എന്റെ കൂടെ വരണം എന്ന് പറയാൻ ഞാൻ എന്താ ചെയ്യാ? ഞാൻ എങ്ങനെ അല്ല, നിങ്ങൾ ദ്വാ ചെയ്താൽ മതി. മൂസാ നബി ദ്വാ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ല, ഇനിയുള്ള ദിവസം തിന്മയിൽ നിന്നൊക്കെ മാറി നന്മ മാത്രം ചെയ്ത് ജീവിക്കണം. പിറ്റേ ദിവസം ക്ലാസ് എടുക്കാൻ പോകുമ്പോ ശിഷ്യന്മാര് പറഞ്ഞു, അതെ മൂസാ നബിയെ, ഇന്നലെ നിങ്ങളുടെ സമീപത്തേക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടൊരാൾ കടന്നു വന്നിട്ടില്ലേ? അയാളെ പുലി പിടിച്ചു തിന്നിട്ടുണ്ട്, അയാളെ പുലി ഭക്ഷണം കഴിച്ച് തിന്നിട്ടുണ്ട്, അയാള് മരിച്ചുപോയി. മൂസാ നബിക്ക് വിഷമം തോന്നി. യാ അല്ലാഹ്, എന്നോട് ഇന്നലെ ദുആ ചെയ്യാൻ പറഞ്ഞ ആളാണ്, അയാൾക്ക് നന്നാവാനെങ്കിലും നിനക്ക് അവസരം കൊടുത്തുകൂടായിരുന്നില്ലേ?
നന്നാവാൻ ഒരു ചാൻസ് കൊടുത്തൂടെ? അയാൾ നന്നാവാമെന്ന് പറഞ്ഞു. ഒരു മാസമെങ്കിലും ഒന്ന് നന്മ ചെയ്താലല്ലേ എന്റെ കൂടെ സ്വർഗത്തിലെത്താൻ അയാൾക്ക് സാധിക്കുക. എന്തിനാണ് റബ്ബേ അയാളെ പെട്ടെന്ന് കൊണ്ടുപോയത്? അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടിയുണ്ട്, മൂസാ നബിയേ, ജീവിതത്തിൽ ഇന്നേ വരെ അയാൾ എന്നെ ഒന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ടില്ല, ആത്മാർത്ഥമായി വിളിച്ചിട്ടില്ല. പക്ഷേ പുലി പിടിക്കാൻ വരുമ്പോ, ആ പുലി അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുമ്പോ അദ്ദേഹം മനമുരുകി യാ അല്ലാ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അള്ളാഹുവിനെ ഒന്ന് ആത്മാർത്ഥമായി വിളിക്കാത്ത മനുഷ്യൻ പുലി പിടിക്കാൻ വന്നപ്പോ മനമുരുകി എന്നെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു വിളി കാരണത്താൽ, ആ മനമുരുകിയുള്ള പ്രാർത്ഥന കാരണത്താൽ അങ്ങയുടെ കൂടെ ഞാൻ അയാൾക്ക് സ്വർഗം നൽകുകയാണെന്ന് മൂസാ നബിയോട് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട, തെറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും രക്ഷപ്പെടൂല എന്ന്, ഞാൻ വളരെ മോശക്കാരനാണെന്ന് വിചാരിക്കണ്ട, ഞാൻ ഒരിക്കലും നന്നാവൂല എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് മടങ്ങേണ്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിലേക്ക് മടങ്ങുവീൻ. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമാണിത്. റമളാൻ എന്ന് പറഞ്ഞാൽ ചിന്മയെ കരിച്ചു കളയുന്ന മാസമാണ്. ഒരാൾക്ക് റമളാൻ ലഭിച്ചാൽ, എന്നാൽ റമളാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോ ഫലം യുഗ്ഫർല, അയാളുടെ പാപം അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ അള്ളാഹു അയാളെ സ്വർഗീയ ലോകത്ത് നിന്ന് മാറ്റി നിർത്തട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ആമീൻ എന്ന് ആമീൻ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ്. റമളാൻ കഴിയുമ്പോ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വർഗം കാണാൻ പറ്റൂല. ഇനി നിങ്ങൾ പറയും, പാപം പൊറുക്കാൻ പണിയുണ്ടോ? പാപം പൊറുക്കാൻ പണിയുണ്ടോ? ഉണ്ടോ? ഇല്ല. ദോഷം പുറത്തു തരാൻ പണിയില്ല. അപ്പൊ നമ്മൾ റിസ്ക് എടുത്തിട്ടില്ല, അധ്വാനിക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അകന്നു പോകും, സ്വർഗം കിട്ടൂല. റമളാൻ കഴിയുമ്പോൾ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ സ്വർഗം ഒരു പകൽ കിനാവ് പോലെ ബാക്കിയാകും, ഒരു വ്യാമോഹമായി മാറും, സ്വർഗം കിട്ടൂല. ഇത് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. മിമ്പറിൽ കയറി പ്രഭാഷണം നടത്തുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് ആമീൻ എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു ആമീൻ, വീണ്ടും പറഞ്ഞു ആമീൻ. മിമ്പറിൽ നിന്നിറങ്ങിയപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, പതിവിന് വിപരീതമായി എന്താ ആമീൻ എന്ന് 3 തവണ പറഞ്ഞത്? 3 തവണ ആമീൻ പറഞ്ഞല്ലോ. വിധങ്ങൾ പറഞ്ഞു, ഒന്നാമത് പറയാൻ കാരണം ഖുതുബ ഓതുന്ന സമയത്താണ്. ചെറുപ്പക്കാരാ, മക്കളെ ഇത് കേൾക്കണേ, സഹോദരങ്ങളെ, ഖുതുബ ഓതുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞത്, മന്നദറക അബവൈ, ഒരാൾക്ക് ഉപ്പയെയും ഉമ്മയെയും വാർദ്ധക്യത്തിലെത്തിച്ചാൽ, അഥവാ വൃദ്ധരായ ഉമ്മയും ഉപ്പയും ഒരാൾക്കുണ്ടായി, അങ്ങനെ ഒരു 90 വയസ്സിലോ 60 വയസ്സിലോ 70 വയസ്സിലോ ഉമ്മയും ഉപ്പയും മരിച്ചുപോയി. മരിച്ചു പോകുമ്പോഴേക്കും നിങ്ങളുടെ പാപം അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ സ്വർഗം കാണാൻ പ്രയാസമാണ്. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ താക്കോലാണ്. ചെറുപ്പത്തിൽ മരിച്ചുപോയ ഉപ്പയല്ല, ചില ഉപ്പമാർ 40 വയസ്സിലോ 50 വയസ്സിലോ മരിച്ചുപോയേക്കാം. ഇന്ന് ഭക്ഷണം കഴിക്കാം വീട്ടിൽ പോയ ആ സഹോദരൻ മരിച്ചിട്ട് 18ഓളം വർഷമായി. അള്ളാഹുവേ, കബറിടം സ്വർഗീയമാക്കണേ അല്ലാ, കബറിടം വിശാലമാക്കണേ അല്ലാ. അതുപോലെ ചെറുപ്പത്തിൽ മരിച്ചതല്ല, 50 വയസ്സായ പ്രായാധിക്യത്തിലെത്തിയ വാർദ്ധക്യത്തിലെത്തിയ ഉപ്പയും ഉമ്മയും നമ്മൾക്കുണ്ട്. നമ്മൾക്കൊരു 40ഉം 50ഉം വയസ്സാകുമ്പോ നമ്മുടെ ഉമ്മ മരിച്ചുപോയി, 55 വയസ്സാകുമ്പോ ഉപ്പ മരിച്ചുപോയി. പക്ഷേ ഉപ്പയും ഉമ്മയും മരിച്ചു പോകുമ്പോ നിങ്ങളുടെ തിന്മയുടെ ഏട് കാലിയായില്ലെങ്കിൽ, ഇവിടെയുള്ള തിന്മകൾ അല്ലാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ സ്വർഗം കാണുകയേ വേണ്ട, സ്വർഗം കാണുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. കാരണം ഉമ്മമാരോട് കുരുത്തക്കേട് കാണിച്ച ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. മാന്യമായി ഉമ്മമാരോട് പെരുമാറിയിട്ടില്ല. കല്യാണം കഴിഞ്ഞു ഭാര്യയ്ക്ക് സ്ഥാനം നൽകിയപ്പോ ഉമ്മമാർക്ക് സ്ഥാനം നൽകിയില്ല, ഉമ്മമാർക്ക് പരിഗണന നൽകിയില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഉമ്മ മരിച്ചുപോയി, നിങ്ങളുടെ പാപം പൊറുക്കപ്പെട്ടില്ല, നിങ്ങൾക്ക് സ്വർഗം ഹറാമ. സ്വർഗത്തിൽ നിന്ന് അകലെയാണ്, ഹറാമല്ല, സ്വർഗത്തിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ട് ഉമ്മമാരോട് മാന്യമായ രീതിയിൽ, അവരുടെ വാർദ്ധക്യകാലത്ത് മാന്യമായ രീതിയിൽ പെരുമാറണേ ചെറുപ്പക്കാരാ, സഹോദരാ, മക്കളെ. ദുആ ചെയ്യണേ, റബ്ബിഗ്ഫിർ ലഹുമാ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ വലിവാലിദയ്യ, റബ്ബിർഹംഹുമാ
കമാ റബ്ബയാനി സഗീറാ. ഇത് ദുആ ചെയ്യാതെ ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ഇത് ദുആ ചെയ്യാതെ എണീറ്റ് പോയാൽ നിങ്ങളുടെ നിസ്കാരം പൂർത്തിയല്ല എന്ന് മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നുണ്ട്. ദുആ ചെയ്യാറുണ്ടോ? റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പൊറുത്തു താ അല്ലാഹ്. വലിവാലിദയ്യ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പൊറുത്തു കൊടുക്കു റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എന്നെ ചെറുപ്പകാലത്ത് പോറ്റി വളർത്തിയില്ലേ, എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചില്ലേ, എനിക്ക് വേണ്ടി പ്രയാസം സഹിച്ചില്ലേ. ഞാൻ രോഗിയായപ്പോൾ അവരും രോഗം സഹിച്ചില്ലേ, ഞാൻ പട്ടിണി കിടന്നപ്പോൾ അവരും ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഞാൻ രാത്രി 1, 2, 3, 4 വയസ്സുള്ള സമയങ്ങളിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങി കരയുമ്പോ ഉറക്കില്ലാത്ത ഉപ്പ ഉറങ്ങുമ്പോഴും നമ്മൾക്ക് വേണ്ടി ഉറക്കാതെ ഉറക്കൊഴിച്ചിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി നൂറുല്ലാഹ് മാ ഫീ ഖൽബി നൂറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പാട്ട് പാടി ഉമ്മമാർ ഉറക്കൊഴിച്ചു നമ്മൾക്ക് വേണ്ടി ഉറക്കൊഴിച്ചു. എന്നാൽ രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഉമ്മമാർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ഇല്ലല്ലോ. ഉമ്മമാർ രാവിലെ അടുക്കളയിലേക്ക് പോകണം. നമ്മൾ ഉറങ്ങുകയാണ്, ഉമ്മമാർ അടുക്കളയിലാണ്. ആ സമയത്ത് മദ്രസയിലേക്ക് പോകേണ്ട മക്കളെ ഒരുക്കണം, സ്കൂളിലേക്ക് പോകേണ്ട മക്കളെ ഒരുക്കണം, ജോലിക്ക് പോകേണ്ട ഭർത്താവിനെ ഒരുക്കണം. അത് കഴിഞ്ഞിട്ട് കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ കഴുകി വെക്കണം. അത് കഴിഞ്ഞിട്ട് വീടടിച്ചു വാരണം. അത് കഴിഞ്ഞിട്ട് മക്കളുടെ വസ്ത്രങ്ങൾ അലക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തു വെക്കണം. അതൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കണം. ഉച്ചക്ക് ഭക്ഷണം വിളമ്പണം. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന്റെ തളികകളും പാത്രങ്ങളും കഴുകി വെക്കണം. പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനായി. രാവിലെ ഉറങ്ങാൻ സമയമില്ല. എന്നാൽ ഒരു 10 മണിയാകുമ്പോ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് റൂമിലേക്ക് വന്നപ്പോഴാണ് കുഞ്ഞ് കരയാൻ തുടങ്ങിയത്. കുഞ്ഞപ്പുറത്ത് മുറിയിൽ നിന്ന് കരയാണ്, മറ്റൊരു കുഞ്ഞിപ്പുറത്ത് മുറിയിൽ നിന്ന് കരയാണ്. ഉറക്കില്ലാതെ ഊണില്ലാതെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മമാര്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരോട് വല്ല അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഉപ്പമാരോട് ഉമ്മമാരോട് എന്തെങ്കിലും ചെറുപ്പകാലത്ത് വൈകാരികമായിട്ട് അറിയാതെയോ അറിഞ്ഞിട്ടോ അവരോട് അപമര്യാദയായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, ഉമ്മമാർ നമ്മുടെ എല്ലാമാണ്. അതുകൊണ്ട് ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവര് മരിച്ചു പോകുമ്പോ അവരുടെ മനസ്സിൽ നമ്മളോട് അതൃപ്തിയുണ്ടെങ്കിൽ, അവര് മരിച്ചു പോകുമ്പോ നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ സ്വർഗം കാണാനേ പറ്റൂല. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അവർക്കെങ്ങാനും നമ്മോട് ദേഷ്യമുണ്ടായാൽ, അവർക്കെങ്ങാനും നമ്മോട് കോപമുണ്ടായാൽ, കൊണ്ടുവന്ന പെണ്ണിന്റെ തലയിണ മന്ത്രം കേട്ടിട്ട് ഉമ്മയൊന്ന് വെറുത്തുപോയാൽ, കൊണ്ടുവന്ന പെണ്ണിന്റെ ശാരീരിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാനസിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപ്പയോടൊരു മനസ്സിലൊരു വെറുപ്പോ വിദ്വേഷമോ വന്നു പോയാൽ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകുന്നത് അവർക്ക് തൃപ്തി ഉണ്ടാകുമ്പോഴാണ്. അവരുടെ മനസ്സിൽ തൃപ്തിയില്ലേ, അവരുടെ മനസ്സിൽ കോപമുണ്ടായാൽ അല്ലാഹു നമ്മളോട് കോപപ്പെടും, അല്ലാഹു കോപിക്കും, അല്ലാഹു ദേഷ്യപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മാതാപിതാക്കൾ അവരെ നന്നായി ശ്രദ്ധിക്കണേ, അവരെ ബഹുമാനിക്കണേ, അവരെ സ്നേഹിക്കണേ. അവരുടെ കണ്ണുനീര് കുടിക്കല്ല സഹോദരിമാരെ. പ്രേമത്തിന്റെ പേരിലോ പ്രണയത്തിന്റെ പേരിലോ കാമുകന്മാരുടെ പേരിലോ മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിക്കരുത്. അവരെ വിഷമിപ്പിക്കരുത്, അവരെ വേചാറിലാക്കരുത്. അവരുടെ കണ്ണുനീര് കുടിച്ചാൽ ദുനിയാവിലതിനേക്കാളും വലിയ കണ്ണുനീര് കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്തതൊക്കെ അല്ലാഹുവിനോടും മാതാപിതാക്കളോടും തുറന്നു പറഞ്ഞ് ഇനിയുള്ള കാലം നന്നായി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നിട്ട് പറഞ്ഞത്, ഒരാൾക്ക് റമളാൻ ലഭിക്കുകയും റമളാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോഴേക്കും അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ
അല്ലാഹു അയാളെ സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റട്ടെ എന്നാണ്. എത്ര റമദാനാണ് കഴിഞ്ഞു പോയത്? 25 റമദാനോളം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. 50 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, 70 റമദാൻ കഴിഞ്ഞു പോയവരുണ്ട്. ഓരോ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ടോ എന്ന് ആലോചിക്കണം സഹോദര. പുറത്തു തന്നില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആഇന്റെ പ്രാർത്ഥനയ്ക്ക് ഹബീബ് ആമീൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. അല്ലാഹു ആ പ്രാർത്ഥന തള്ളിക്കളയൂല. അതുകൊണ്ട് റമദാനിൽ ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ അപാകതയാണ്. അധ്വാനിക്കാത്തത് കൊണ്ടാണ്, കഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, ഒന്ന് മനമുരുകി കരയാൻ സമയം കണ്ടെത്താത്തത് കൊണ്ടാണ്. അത് നമ്മുടെ വീഴ്ചയാണ്. അത് നമ്മുടെ വീഴ്ചയായത് കൊണ്ട് തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് അയാൾ അകലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം. മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യഅമലു ദംബൻ ഇല്ലാ വഖഫൽ മലക്കുൽ മുഅക്കലു ബിഇഹ്സാഇ ദുനൂബി. നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമ്മളൊരു പാപം ചെയ്താൽ, നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഒരു കുറ്റം ചെയ്താൽ, ഇല്ലാ വഖഫൽ മലക്കുൽ മുഅക്കലു ബിഇഹ്സാഇ ദുനൂബി. തിന്മ എഴുതി വെക്കാൻ അല്ലാഹു നിയോഗിച്ച മലക്കുണ്ടല്ലോ, തെറ്റുകൾ എഴുതി വെക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുണ്ട്. റഖീബും അതീദും. അവർക്ക് നന്മയും തിന്മയും എഴുതി വെക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളാണ്. അവര് എഴുതി വെക്കൂല, പേന ഉയർത്തി വെക്കും, എഴുതി വെക്കൂല, പേന കയ്യിൽ പിടിച്ച് കാത്തിരിക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമ്മളൊരു കുറ്റം ചെയ്താൽ, അറിഞ്ഞിട്ടോ അറിയാതെയോ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ റഖീബും അതീദും പേന എഴുതാതെ കാത്തിരിക്കും. ഇല്ലാ വഖഫൽ മലക്കുൽ മുഅക്കലു ബിഇഹ്സാഇ ദുനൂബി. നന്മയും തിന്മയും രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ എഴുതൂല. 3 സഅാത്ത്, 3 സമയം, 3 മണിക്കൂർ വരെ എന്നർത്ഥം വെക്കാം. 3 സെക്കൻഡ് എന്നും അർത്ഥം വെക്കാം. 3 മിനിറ്റും എന്നർത്ഥം വെക്കാം. 3 അവസരം വരെ എന്നർത്ഥം വെക്കാം. 3 തെറ്റുകൾ അതേ തെറ്റ് അയാൾ ആവർത്തിക്കുന്നത് വരെ, 3 അതേ തെറ്റുകൾ അയാൾ ആവർത്തിക്കുന്നത് വരെ എഴുതി വെക്കൂല എന്നർത്ഥം വെക്കാം. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോളം മലക്കുകൾ നമ്മുടെ തെറ്റുകൾ എഴുതി വെക്കൂല എന്നർത്ഥം വെക്കാം. فإن استغفر الله من ذنبه في شيء من تلك الساعات. ഈ 3 അവസരത്തിനുള്ളിൽ, ഈ 3 മണിക്കൂറിനുള്ളിൽ ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല എന്ന ഉറപ്പോടെ വിശ്വാസത്തോടെ ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ പുറത്തു തരണേ റബ്ബേ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല റബ്ബേ. മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറയുകയാണല്ലോ, നിന്നോടുള്ള ധിക്കാരം കൊണ്ടോ നിന്നോടുള്ള വെല്ലുവിളിയായിട്ടോ ഒരു തെറ്റ് പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ. അതുകൊണ്ട് പുറത്തു എന്നൊരു 3 മണിക്കൂറിന് മുമ്പെങ്കിലും അയാൾ പറഞ്ഞാൽ അയാളുടെ തെറ്റവിടെ എഴുതി വെക്കുകയേ ഇല്ല, അയാളുടെ തെറ്റവിടെ രേഖപ്പെടുത്തുകയേ ഇല്ല. വെറുതെ ഒരു തമാശയ്ക്ക് ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ പോരാ, ഇനി ആവർത്തിക്കില്ല എന്ന പൂർണ്ണമായ ഉറപ്പോടെ, ബോധത്തോടെ ഈ ആ തെറ്റിൽ നിന്ന് മാറി നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കൂല എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലം യുഅദ്ദിബുഹു അലൈഹി യൗമൽ ഖിയാമ. ആ തെറ്റിന്റെ പേരിൽ അയാൾ അല്ലാഹു ശിക്ഷിക്കുക പോലുമില്ല, എഴുതി വെക്കൂല എന്നല്ല, ആ തെറ്റിനെ കുറിച്ച് ചോദ്യം പോലും ചോദിക്കൂല. വലം യുഅദ്ദിബുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആ ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുക പോലുമില്ല എന്ന് ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്താൻ പോവാണ്. നേരത്തെ ആദ്യമായി ഓതി വെച്ച ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. നേരത്തെ പറഞ്ഞതുപോലെ ശിർക്ക് വെക്കാത്ത ആളുകൾ, വ്യഭിചരിക്കാത്ത ആളുകൾ, കള്ളു കുടിക്കാത്ത ആളുകൾ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇനി ഒരാൾ കള്ളു കുടിച്ചു, ശിർക്ക് ചെയ്തു, വ്യഭിചരിച്ചു, അവരുടെ ശിക്ഷ വല്ലാത്ത ശിക്ഷയാണ്. തൗബ ചെയ്തില്ലെങ്കിൽ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ മരിച്ചു പോയാൽ ഇരട്ടി ഇരട്ടിയായിട്ടാണ് അല്ലാഹു ശിക്ഷിക്കുന്നത്. വയഖ്ലുദു ഫീഹി
മുഹാനാ, നരകത്തിൽ നിന്യനായി ശാശ്വതമായി ജീവിക്കേണ്ടി വരും. ഇനി തൗബ ചെയ്താലോ, ഇനി നന്നായാലോ? മരണത്തിന് മുമ്പ് നന്നായിട്ടാണ് മരിക്കുന്നത്. വ്യഭിചാരിയാണ്, കള്ളുകുടിയനാണ്, ഹറാമ് ചെയ്ത ആളാണ്, കൊലപാതകം നടത്തിയ ആളാണ്. മരണത്തിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കുകയാണെങ്കിൽ ഇല്ലാ മാ താബ വആമന വഅമില അമലൻ സാലിഹാ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. തൗബ ചെയ്താലോ വആമന, പിന്നെ സത്യവിശ്വാസിയായി തൗബ ചെയ്തു നന്നായി, വഅമില അമലൻ സാലിഹാ, പിന്നെ നന്നായി സൽപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാൻ തുടങ്ങി. എന്നാലോ ഫൗലൈക യുബദ്ദിലുല്ലാഹ്, ഇങ്ങനെയുള്ള ആളുകളുടെ സയ്യിആതിഹിം ഹസനാത്ത്, അവര് ചെയ്ത തിന്മകൾക്ക് അല്ലാഹു നാളെ പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്. തെറ്റ് ചെയ്തിട്ട് ഒരാൾ തൗബ ചെയ്ത് നന്നായാൽ അയാൾ എത്ര കാലാണോ തെറ്റ് ചെയ്തത് ആ തെറ്റുകൾക്ക് അല്ലാഹു പ്രതിഫലം തരും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ, കള്ളുകുടിയെ സ്വതക കൊടുത്ത കൂലി തരും. വ്യഭിചരിച്ച ആൾക്ക് ഒരു സകാത്ത് കൊടുത്ത അല്ലെങ്കിൽ ഒരു സദഖ ചെയ്ത ഒരു നന്മ ചെയ്ത കൂലി അല്ലാഹു തരും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ ഇനി ഞാൻ മടങ്ങൂല എന്ന വിശ്വാസത്തോടെ ചെയ്യുകയും പൂർണ്ണമായി അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ കാലത്ത് ചെയ്ത് ഇന്ന് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഇന്നലെ വരെ ചെയ്ത എല്ലാ തിന്മകളെയും നന്മയാക്കി അല്ലാഹു മാറ്റിമറിക്കും. യുബദ്ദിലുല്ലാഹു, ഖുർആനിന്റെ ആയത്താണ്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കും. ഇന്നലെ ഒരു പെണ്ണിനെ കണ്ടതാണ്, ഹറാമാണല്ലോ അത്. തൗബ ചെയ്ത് നന്നായി ഇനി ഞാൻ ചെയ്യൂല എന്ന വിശ്വാസത്തോടെ നന്നായി ജീവിച്ചാൽ ഇന്നലെ കണ്ട ഹറാമ് ഇന്നേക്കൊരു സുന്നത്തായ അമലായി അല്ലാഹു സ്വീകരിക്കും. എത്ര ഹറാം അങ്ങനെ ഇന്നലെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇന്ന് സുന്നത്തായി മാറ്റും. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു തരണേ അല്ലാഹ്, ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല റബ്ബേ. വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ, അല്ലാഹു ഗഫൂറാണ് റഹീമാണ്. വമൻ താബ വഅമില സ്വാലിഹാ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ. ഇനി നിങ്ങൾ കേൾക്കണം, മറ്റൊരു ഹദീസും കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉപ്പയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ യുദ്ധം ചെയ്താൽ, സ്വാബിറൻ, ക്ഷമിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ. എന്താ ക്ഷമ? മക്കളെ കാണാതെ, ഭാര്യയെ കാണാതെ, കുടുംബം കാണാതെ, സമ്പത്ത് ഒഴിവാക്കി, വീടൊഴിവാക്കി, സ്ഥാനമാനങ്ങൾ ഒഴിവാക്കി യുദ്ധത്തിൽ ചെന്ന് ഞാൻ യുദ്ധം ചെയ്യുകയാണ്, എല്ലാം ക്ഷമിച്ചിട്ട്. മുഹ്തസിബൻ, കൂലി പ്രതീക്ഷിച്ചിട്ട്. മുഖ്ബിലൻ, മുന്നിട്ടിട്ട്. ഗൈറ മുദ്ബിരിൻ, പിന്തിരിഞ്ഞോടാതെ ഞാനിങ്ങനെ ഞാനിങ്ങനെ യുദ്ധം ചെയ്താൽ അയുകഫിറുല്ലാഹു അന്നി ഖതായാ, എന്റെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരുമോ എന്നൊരു സഹോദരൻ ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞു, നഅം, അതെ, അല്ലാഹു പുറത്തു തരും, എല്ലാ തെറ്റുകളും പുറത്തു തരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ ചെറുപ്പക്കാരൻ മടങ്ങി പോവുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്നത്. നാദാഹു റസൂലുള്ളാഹ്, മുത്തുനബി അയാളെ വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു, നീ എന്താണ് ചോദിച്ചത്? അയാൾ പറഞ്ഞു, നബിയെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്താൽ എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമോ? അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ആദ്യം പറഞ്ഞത് അതെ എന്നാണ്. എന്നാൽ രണ്ടാമത് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, നഅം, അതെ, അല്ലാഹു പുറത്തു തരും. ഇല്ലദ്ദീൻ, കടമൊഴികെ. കടമുണ്ടെങ്കിൽ പുറത്തു തരൂല. കടമെന്ന് പറയുമ്പോൾ സാമ്പത്തികമായ കടം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. വാക്കിലൂടെ കടമുണ്ട്, വാക്കിലൂടെ കടമുണ്ട്, നോട്ടത്തിലൂടെ കടമുണ്ട്, കേൾവിയിലൂടെ കടമുണ്ട്, കൈകളിലൂടെ കടമുണ്ട്. സാമ്പത്തികമായ കടം, അതേപോലെ വാക്കിലൂടെ ഗീബത്ത് പറഞ്ഞിട്ടോ നമീമത്ത് പറഞ്ഞിട്ടോ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു കടമായി ബാക്കി നിൽക്കുകയാണ്. മറ്റുള്ളവന്റെ സമ്പത്ത് അപഹരിച്ചാൽ അതും ഒരു കടമായി ബാക്കി നിൽക്കുകയാണ്. ഇല്ലദ്ദൈൻ,
കടമൊഴികെ അങ്ങനെ മറ്റുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകൾ അതുണ്ടായാൽ അള്ളാഹു പുറത്തു തരൂല. മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകൾ എല്ലാം നീ സംസാരിച്ച് സുൽഹാക്കി സന്ധിയാക്കി തീർത്തു, പിന്നെയാണ് നീ യുദ്ധത്തിന് പോകുന്നത്. മനുഷ്യന്മാരുമായിട്ടൊരു ഇടപാട് പോലും ബാക്കിയില്ല. ഞാനുമായിട്ടുള്ള ഇടപാടുകൾ ഞാൻ പുറത്തു തരും. മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകൾ മനുഷ്യന്മാരുമായിട്ട് തന്നെ തീർക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന്മാരുമായിട്ട് വാക്കാലോ പ്രവൃത്തിയാലോ സംസാരത്താലോ സമ്പത്തിനാലോ വല്ല എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ റമളാനിന് മുമ്പ് സംസാരിച്ചിട്ട്, പിണങ്ങിയ ആളുകളാണെങ്കിൽ സലാം പറഞ്ഞിട്ട്, കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട്, വാക്കുമാൽ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിച്ചിട്ട്, അങ്ങനെ എന്തൊക്കെ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകൾ എല്ലാം തീർത്ത് അള്ളാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്താൽ അള്ളാഹു ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരാകും. അങ്ങനെ ഈ റമളാനിൽ സ്വീകരിക്കാനും ഈ റമളാനിനെ വരവേൽക്കാനും ഈ റമളാനിൽ ഒരുപാട് നന്മ ചെയ്യാനും റമളാൻ കഴിയുമ്പോഴേക്കും ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി സ്വീകാര്യമായ റമളാനായി അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്യലെന്ന് പറയാനൊന്നുമില്ലല്ലോ. അബ്ബാസ്ക ക്ഷണിച്ചിട്ടാ വന്നത്. അബ്ബാസ്ക മുങ്ങി. മകന്റെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. സംസ്ഥയുടെ പ്രവർത്തകന്മാര് എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അള്ളാഹു കാക്കട്ടെ അല്ലേ. സംസ്ഥയുടെ പ്രവർത്തകർ ഒന്നും വിഷമിക്കേണ്ട. സംസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലറ ചില്ലറ ശത്രുക്കളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മുടെ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നിന്നും ശത്രുക്കൾ ഉണ്ടാകും. സത്യം പോളിഷായിരിക്കൂല. സത്യം ഹക്കായിട്ട് പറയും, അവിടെ പോളിഷ് ഉണ്ടാവില്ല. അപ്പൊ ശത്രുക്കൾ ഉണ്ടാവും. മറ്റു സത്യമില്ലേ നുണയാണോ, അവിടെ പോളിഷായിരിക്കും. അവിടെ ശത്രുക്കളൊക്കെ കുറവായിരിക്കും. അവന് അടിച്ചുപൊളിയായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹു ആ ശത്രുക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഫിത്നയിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. ഷർറിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. സമസ്തയുടെ ആലിമീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി ഉന്നതമായ ദറജ നൽകി അള്ളാഹു സ്വീകരിക്കട്ടെ. കാൽവേദന മാറാൻ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഭർത്താവിന് നല്ലൊരു ജോലി അള്ളാഹു ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. മുമ്പ് വാഗ്ദത്തം ചെയ്ത കസേരയുടെ പൈസ തരാൻ ബാക്കിയുള്ളവർ സംഘാടകരെ ഏൽപ്പിക്കണം. കസേരയുടെ ഒരു പൈസ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് സംഘാടകരെ ഏൽപ്പിക്കുക. അടുത്ത മജ്ലിസിന് 100 നോമ്പ് 25 ഉച്ചയ്ക്ക്, നോമ്പ് 25 ഉച്ചയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ റമളാനിൽ സൂറത്തു യാസീൻ ആത്മാവിനോട് സംസാരിക്കുന്നു എന്നൊരു വിഷയത്തിൽ നാദാപുരത്ത് 4 ദിവസം ഒരു റമളാൻ പ്രഭാഷണം ഉണ്ട്. നിങ്ങളൊക്കെ ക്ഷണിക്കുക. റമളാനിൽ പക്ഷെ ഇവിടെ എത്തിപ്പെടുന്നില്ല അടുത്തൊന്നും. അതുകൊണ്ട് നിങ്ങളൊക്കെ വരിക. ഇൻഷാ അല്ലാഹ് വളരെ വിശാലമായിട്ട് നമുക്ക് അവിടെ ചർച്ച ചെയ്യാൻ. ബാക്കി 6000-ഓളം ആളുകൾ അല്ലാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ വിചാരിച്ചത് നമ്മുടെ കബീർ ബാക്കി ഉസ്താദിന്റെ ഫേവറേറ്റ് ആണ് 6666. അതാരോ ഏറ്റെടുത്തു. അവിടെ അല്ലാഹു ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നത്. വരാൻ പറ്റിയിട്ടും വീട്ടിൽ നിന്ന് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന ആളുണ്ടാവതില്. അപ്പൊ ഏതായാലും ഈ സദസ്സിന് എന്തൊക്കെ നേട്ടങ്ങളാണോ അല്ലാഹു നൽകുന്നത് അതൊക്കെ അവർക്ക് അല്ലാഹു നൽകട്ടെ. എൻ്റെ ആങ്ങൾ 3 മാസമായി എറണാകുളത്ത് ചികിത്സയിലാണ്. കീമോ ചെയ്യുന്നുണ്ട്. അള്ളാഹു അസുഖം പൂർണ്ണമായി ശിഫ നൽകി ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപസ്മാര രോഗമുള്ള മകനും അള്ളാഹു ആഫിയത്തും ആരോഗ്യം നൽകി കൺകുളിർമയുള്ള മകനായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ദുആ ചെയ്യാണ്. ചെറിയ ദുആ. നിങ്ങളൊക്കെ ദുആക്ക് ഒരു പക്ഷേ കഴിഞ്ഞതാണ്. ചെറിയൊരു ദുആ ചെയ്ത് ഞാൻ പിരിയാണ്. നിങ്ങളൊക്കെ റമളാനിലുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഊസിക്കും ബിദ്ദുആ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا. توفنا وأهلنا مسلمين وألحقنا بالصالحين. أرحم الراحمين يا الله ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പൊറുത്തു താ അല്ലാഹ്. ചെറുതാവട്ടെ വലുതാവട്ടെ, രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത്, നിന്നോടുള്ള ധിക്കാരം കൊണ്ടോ വെല്ലുവിളിയായിട്ടോ ഒരു തെറ്റ് പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ പൂർണ്ണമായി പുറത്തു താ അല്ലാഹ്. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല റബ്ബേ. ചെയ്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ടല്ലാഹ്.
ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്നിലേക്ക് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങാണല്ലോ. ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവർ, ഓഫ്ലൈനിലൂടെ വീക്ഷിക്കുന്നവർ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു താ അല്ലാഹ്. തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. മുസ്ലിമീങ്ങളായി നീ ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊരിച്ച് നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാർക്ക് ഞങ്ങളുടെ ഉപ്പമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പകാലത്ത് ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ അവരുടെ വാർദ്ധക്യകാലത്ത് നീ അവരെ ഏറ്റെടുക്കണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ ഖബറിടം നീ സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമയുള്ള ഭാര്യമാരാക്കി, ഭർത്താക്കന്മാരാക്കി, മക്കളാക്കി നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാഹ്. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ റബ്ബനാ ഹബ് ലനാ മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ കൺകുളിർമയുള്ള ഒരുപാട് മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ നീക്കി 4 വർഷമായി, 5 വർഷമായി, 17, 40 വർഷമായി, 2 വർഷമായിട്ടൊക്കെ കുഞ്ഞില്ലാത്ത ആളുകൾക്ക് സാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നീ ഒരുപാട് നൽകണേ റബ്ബേ. നൽകിയ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. നീ തന്ന ശബ്ദം, നീ തന്ന ആരോഗ്യം, നീ തന്ന സന്താനങ്ങൾ, നീ തന്ന സമ്പാദ്യം, നീ തന്ന ജോലി, നീ തന്ന ബിസിനസ് നീ ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. പെട്ടെന്നെല്ലാം നശിപ്പിച്ചു നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ അല്ലാഹ്. എല്ലാം പെട്ടെന്ന് കൊണ്ടുപോയി നീ ഞങ്ങളെ ഒന്നുമില്ലാത്ത ആളുകളാക്കി മാറ്റല്ല റബ്ബേ. എന്തൊക്കെയാണോ നിഅമത്തുള്ളത് അതൊക്കെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. മരണം വരെ അത് നീ നിലനിർത്തണേ അല്ലാഹ്. മരണം വരെ നീ അത് നിലനിർത്തണേ അല്ലാഹ്. ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ചെറുദോഷങ്ങൾ ഈ സദസ്സിൽ ഇരിക്കലോടുകൂടി നീ പുറത്തു തന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ബാക്കിയുള്ള വൻദോഷങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. ഒരാളെയും നീ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തല്ലേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഭക്ഷണം നൽകിയ വീട്ടുകാർ സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ ദമ്പതികൾ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഉപ്പയുടെ കബറിടം സ്വർഗീയമാക്കണേ അല്ലാഹ്. ആ വീട്ടുകാർ അവരുടെ ജോലി, അതേപോലെ നമ്മുടെ അബ്ബാസ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നേതാക്കന്മാർ, പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ മറ്റു സഹോദരന്മാർ, അവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് യൂസുഫ് സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, അതുപോലെ ആരൊക്കെയാണോ ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, ആരൊക്കെയാണോ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ മനസ്സിലുള്ളത്, ഈ മഹത്തായ മജ്ലിസുൻ നൂറിന്റെ വഅദിന്റെ സദസ്സിൽ വെച്ച് ആത്മാർത്ഥമായി ഞങ്ങൾ ചോദിക്കുകയാണ് റബ്ബേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്, സഹായിക്കുന്ന ആളുകളുണ്ട്, സഹകരിക്കുന്ന ആളുകളുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ദുആയാണ്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്.
ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഷോപ്പിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, സമ്പാദ്യത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നിലനിർത്തണേ അല്ലാ, നമ്മുടെ മക്കളെയും ചെറുപ്പക്കാരെയും നല്ല സാലിഹീങ്ങളായ അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ലാ, സമുദായത്തിനും നാടിനും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ, സമസ്തയുടെ ആലിമീങ്ങൾ സമസ്തയുടെ പ്രവർത്തകരെ നീ സംരക്ഷിക്കണേ റബ്ബേ. സാമ്പത്തികമായ ഒരു ലക്ഷ്യം പോലും സമസ്തയുടെ പ്രവർത്തകർക്കില്ല. പോക്കറ്റിൽ നിന്ന് ഉള്ള ക്യാഷ് തീരുമെന്നല്ലാതെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ 5 ക്യാഷ് ഞങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് ദീനെ നിലനിൽക്കാനാണല്ലാ. ഈ ദീനിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നീ സൽബുദ്ധി കൊടുക്കണേ റബ്ബേ. ഈ ദീനിനെ, ഈ സംഘടിത ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരെ അവർക്ക് സൽബുദ്ധി കൊടുക്കണേ അല്ലാ. അവരെ നശിപ്പിക്കണ്ട, അവർക്ക് സൽബുദ്ധി കൊടുക്കണേ അല്ലാ. അവരെ നീ നന്നാക്കണേ റബ്ബേ. ഈ ദീനിന് വേണ്ടി ഇനിയും ഒരുപാട് കാലം അമൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി. സല്ലല്ലാഹു അലൈഹി വസല്ലം.